अल्लाह अकबर। രേണു, എന്താ തന്റെ അടുത്ത പരിപാടി? ഓൺ ദ വേ എനിക്കൊരു സ്ഥലം വരെ പോണം. അറിയാ തന്റെ ഡോക്ടറുടെ അടുത്തേക്കല്ലേ? സുന്ദരനായ ഡോക്ടറെ കാണാനും കൊഞ്ചു കുഴിയാനും ഡയബറ്റിക് പേഷ്യന്റിന്റെ ലേബലുണ്ടല്ലോ തനിക്ക്. അയാള് നിനക്ക് കുത്തിവെക്കുന്ന ഇൻസുലിൻ ആയിരിക്കില്ല, ഷുഗർ ആയിരിക്കും, സാക്ഷാൽ പഞ്ചാര. നീ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കോ? അസുഖം വന്ന ഡോക്ടറെ തന്നെ കാണണം. ഒന്ന് തുമ്മിയാലും ഡോക്ടറെ ചെന്ന് കാണുന്ന ഈ രോഗത്തിന് ഒരു പേരുണ്ട്, ഡോക്ടർ പ്രസാദ് മാനിയ. ഡോക്ടർ പ്രസാദ് മാനിയ കൊള്ളാം. രേണുവിന്റെ ഫ്രണ്ട്സിന്റെ കമന്റ്സ് എനിക്ക് ഇഷ്ടമായി. അത് ഞാനും ഡോക്ടറുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവർക്കുള്ള അസൂയ. അത് ശരി, തന്നോട് യോഗ ക്ലാസ് പോകാൻ പറഞ്ഞേ പരദൂഷണം പറഞ്ഞിരിക്കാനല്ല, ഈ സൗന്ദര്യം ഇതുപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിന് എക്സസൈസ് വളരെ നല്ല. ഡോക്ടർ, ഈ ഷർട്ട് എവിടുന്ന് വാങ്ങിയതാ? എന്താ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഡോക്ടർക്ക് നല്ല ചേർച്ചയാ. എന്റെ അപ്പേട്ടനും ഈ കളർ നന്നായി ചേരും. എവിടുന്ന വാങ്ങിയെന്ന് എനിക്കറിയില്ല. തന്നെ പോലെ ഭർത്താവിനോട് സ്നേഹമുള്ള എന്റെ ഭാര്യ എനിക്ക് ബർത്ത്ഡേ പ്രസന്റ് തന്നാ. കൊള്ളാല്ലേ? എടോ രേണു. ഹായ് നാൻസി, നീ എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെയെന്നോ? ഞങ്ങൾ ഇവിടെ സെറ്റിൽഡാ, സുരഭി അപ്പാർട്ട്മെന്റ്സിൽ. മറന്നു, ഇതെന്റെ ഫ്രണ്ട് ആലീസ്. ഹലോ. ഹസ്ബൻഡ് സാമുവൽ. പുള്ളിക്കാരൊരു പക്ഷിയെ പോലെ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിക്ക്, പിന്നെ മദ്രാസ്, ബാംഗ്ലൂർ, അങ്ങനെ പോകുന്നു. പൈലറ്റാ, ഇന്ത്യൻ എയർലൈൻസിൽ. പുള്ളിക്കാരൻ പൈലറ്റാണെന്ന് കേട്ടപ്പോ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? തീർച്ച എന്റെ അപ്പേട്ടന് നിന്റെ സാമുവലിനെ പരിചയം ഉണ്ടാവാതിരിക്കില്ല. എക്സ്പോർട്ടറാ, 24 hours ഫ്ലൈറ്റിലെ യാത്ര. മിക്കവാറും എയർബസിലായിരിക്കും. രേണു, നീ ഏത് ലോകത്താ? ഞാൻ എന്റെ അപ്പേട്ടനെ കുറിച്ച് ഓർത്തു പോയതാ. ഇപ്പൊ ഏത് ഫ്ലൈറ്റിലായിരിക്കോ? ആളെങ്ങനെയാ? പണ്ട് നീ കോളേജ് വെച്ച് പറയാറുള്ളത് പോലെ. അതെ, അതിനേക്കാൾ അപ്പുറത്ത്. നിനക്കെന്റെ അപ്പേട്ടനെ കുറിച്ച് കേൾക്കണോ? വില കൂടിയ ലോട്ടോ ഷൂ, റെയ്മൻസിന്റെ പാന്റേ ധരിക്കൂ, സോഡിയാക്കിന്റെ ബെൽറ്റ്, സദാ കളർഫുൾ കോട്ട്, കഴുത്തിൽ മുറുകി കിടക്കുന്ന ടൈ. പിന്നെ റേബൻ ഗ്ലാസ് ഉപയോഗിക്കൂ. മൊത്തത്തിൽ കണ്ട സിനിമാ നടന്മാര് പോലും തോറ്റുപോകും.
ഓ എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്. ഇനി ഇതൊന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ. ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഓഹോ, ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെ മുതലാളി. തുരുമ്പെന്നും പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. എത്ര ഉണ്ടാ? 99 എത്ര? 99 99 വരില്ലല്ലോ. അത്രയും വരും. എത്രയും വരും? കാലം തികച്ചു പറയടാ. തേക്കാൻ ബാക്കി നിങ്ങൾ തരുമോ? എത്ര? 99 കാലല്ലേ? 30, 60, 90, 50. 200. 200ന്റെ കൂടെ 50 കൂടെ കൂട്ടിക്കോ. 250, 250. ഓ 250, 250 തന്നെ. കണക്കൊന്നും തന്നെ പഠിപ്പിക്കില്ലേ? 200 ഉണ്ട്. പിടി വിട്. ആർക്കു വേണ്ടിയാ മുതലാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത് എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ഉറോ ജീവിച്ച ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും. ഒന്ന് വേഗം ആവട്ടോ. ചാടിച്ചാടി നില്ലടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചിരാമൻ എന്തിയെ? അവനെ ഞാൻ ലേലത്തിന് പറഞ്ഞോണ്ടിരിക്കുക. ആഹാ, കൊച്ചിരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചിരാമന് ലേലത്തിന് പൊയ്ക്കൂടെ? കൊച്ചിരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്. ലേലം വിളി ജയിക്കാനായി ജനിച്ചവനാ അവൻ. വാശി അവന്റെ ഒരു വീക്ക്നെസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. 25,000. 25,000 ഒരു തരം. 25,000 ഒരു തരം. 25,500. 25,500 ഒരു തരം. 25,500 ഒരു തരം. 26,000. 26,000 ഒരു തരം. 26,000 ഒരു തരം. 27,000 ഒരു തരം. 27,000 ഒരു തരം. 28,000. 28,000 ഒരു തരം. 28,500. 28,500 ഒരു തരം. 28,500 ഒരു തരം. 28,500 രണ്ട് തരം. 28,500 രണ്ട് തരം. 29,000. 29,000 ഒരു തരം. 29,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 രണ്ട് തരം. 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 രണ്ട് തരം. 35,000 രണ്ട് തരം. 35,000 രണ്ട് തരം. ഉറപ്പിക്കാൻ പോകുകയാണ്. 35,000 മൂന്ന് തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ ലേലം സക്സസ്. എന്തായി? കിട്ടി മുതലാളി, പറഞ്ഞതുപോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. പറ. പറയാം. ആദ്യം നമ്മുടെ ലെവലില്ലേ, എവൻ? കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 14,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. എ, അ, കണ്ണമാലി കരീം 13,333 വിളിച്ചു. അപ്പൊ നീ? അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു. 15,000. മിടുക്കൻ. നിനക്ക് ഞാൻ ഒരു സമ്മാനം തരുന്നു. സമ്മാനം തരാൻ വരട്ടെ. ഒന്ന് വേഗം പറയടാ. പറയാം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1000 പോയി. 1000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 30,000 വിളിക്കാൻ നിന്റെ അപ്പം കാശിന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ. മുതലാളി ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേട്ടു വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട. അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. ഓ അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലിയല്ല, കണ്ണമാലി അല്ലയോ? ഓ എത്തിയോ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട്. ഇത് കാണാൻ മുതലാളി. ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന് സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി കാണുന്നില്ല. അപ്പോഴത്തിന് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല മുതലാളി. ലേലം കിട്ടിയ ക്ഷീണത്തില. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഏയ് ഓ ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ. ചൂട് വരണ്ട തലക്കല്ലേ? തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. എന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്നേ. ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല. തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടി പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. പിന്നെ ചേച്ചി വെള്ളത്തിൽ തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരും. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചേച്ചി. അപ്പോട്ടാ കുളിക്കാൻ ഐസിട്ട വെള്ളം എടുത്ത് വെക്കട്ടെ? ഐസിട്ട വെള്ളം. ഐസിട്ട വെള്ളത്തിൽ നിന്റെ അച്ഛനെ കൊണ്ട് കുളിപ്പിക്കടി. ചൂട് എടുത്ത് വേണ്ടി ഐസ് വെള്ളം. 25,000 10 35,000 40 17-ാം തീയതി കണക്ക് ചെയ്തില്ലേ? 60,000 25,000
അപ്പോട്ടാ അപ്പോട്ടിന്റെ ബർത്ത്ഡേ എന്നാ? 18/12/95. 18/12/95 എന്തോന്നാ 18/12/95 കിട്ടേണ്ട ബാങ്ക് ലോണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മാസം അത് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് കുഴയും. വീട്ടിൽ വന്നാലും അപ്പോട്ടിന് കാശിന്റെ ഇരുമ്പിന്റെയും കണക്ക് മാത്രമേ പറയാനുള്ളൂ. വേണ്ട, ഞാൻ ഇപ്പൊ ഇറങ്ങിയ രംഗീല സിനിമയുടെ കഥ പറഞ്ഞു തരാം. എന്തേ? അതെ, നീ ഒരു ഇരുമ്പ് കച്ചവടക്കാരന്റെ ഭാര്യ, അത് മറക്കണ്ട. എടി, ഒരു കച്ചവടക്കാരന് എപ്പോഴും കച്ചവടത്തിലെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ മാത്രമേ ചിന്തിക്കാനുണ്ടാവൂ. അതുപോലെ തന്നെ ഒരു വീട്ടുകാരിക്ക് വീട്ടുകാര്യങ്ങളെ കുറിച്ചേ പറയാനുണ്ടാവൂ. നീ പണം കണ്ട കച്ചവട ചിന്തകൾ ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി വീട്ടുകാരിയുടെ വീട്ടുകാര്യങ്ങൾ പറ, കേക്കട്ടെ. പറയടോ. അപ്പോട്ടാ ഇതെന്താന്നറിയോ? നമ്മുടെ കുചേലന്റെ കയ്യിലെ പണ്ടൊരു പൊതി ഉണ്ടായിരുന്നില്ലേ, അത് അവിൽ പൊതിയാണെന്ന് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി. എനിക്കങ്ങനെ ഉൾക്കാഴ്ചയില്ലല്ലോ, സാധാരണ കാഴ്ചയില്ലേ ഉള്ളൂ രേണു. ഓ, എപ്പോഴും ഒരു തമാശയാ. ഈ പാന്റും ഷർട്ടും ആർക്ക് വേണ്ടി വാങ്ങിയതാന്നറിയോ? ഇല്ല, അറിയില്ല. ആർക്കാ? അപ്പോട്ടിന്. അല്ലാതെ ആർക്കാ? അപ്പോട്ടനല്ലേ? നിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ എന്നെ ഈ കുഴലുകൾക്കുള്ളിൽ ഇറക്കാനുള്ള നിന്റെ ശ്രമം. എന്റെ രേണു, നേര്യമംഗലത്ത് നാരായണന്റെ മകൻ അപ്പുക്കുട്ടന് അന്നും ഇന്നും എന്നും ചേരുന്ന വേഷം ഒന്നേ ഉള്ളൂ, ഈ ഷർട്ടും ഉണ്ടും. അത് മതി എനിക്ക്. അത് പോരാ, ഒരു ഭാര്യയുടെ ഇഷ്ടം കൂടി നോക്കണം. ഓഹോ, അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ലേ ഇന്ത്യയില്? എന്റെ രേണു, ചേരാത്ത വേഷങ്ങൾ തമ്മിൽ ചേർക്കാൻ നോക്കരുത്, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്, ഇത് കൊണ്ടുപോയി ആ അലമാരയ്ക്ക് അത് സൂക്ഷിച്ചു നോക്കി. ഈ അപ്പുക്കുട്ടൻ ഇത് എന്ന് ചേരുന്നു എന്ന് തോന്നുവോ അന്ന് ഞാനിത് ഇട്ടോളാം. കൊണ്ടുപോയി വെക്ക്. എന്തിനാ നീ നിന്നിങ്ങനെ മോങ്ങുന്നേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? മോങ്ങിക്കോ മോങ്ങിക്കോ. ഈ വർഷം എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ വർഷം 1-ാം തീയതി ഈ വീട്ടിൽ കയറി വന്നത് അപ്പുറത്തെ ആ ദരിദ്രാസിയല്ലേ? കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിടണേ. കൃഷ്ണ സംസ്ഥാനം കൊടുക്കണേ. ശാന്ത വേണമാ? എന്തോന്ന്? പ്രസാദം. അയ്യോ കൊച്ചമ്മ. പൊക്കോ പൊക്കോ. ദോ വന്നിട്ടേ. എന്റെ ഭാര്യക്ക് നല്ല ബുദ്ധിമുട്ട്. அது வந்து நம்ம சாந்தம் கிட்ட பிரசாதம் கேட்டா നോക്ക് നന്നാ തിരിയും. എനിക്ക് നേർപ്പാടെല്ലാം പിടിക്കാതെന്ന് தெரியும் தெரியும், എനിക്ക് நல்லா தெரியும். എൻ അൻപ് റുക്കുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ അന്ത നാൾ മുതൽ എനിക്ക് നല്ല தெரியும் എൻ റുക്കു ആരെന്ന്. തിന്നോളൂ, അല്ല തൊട്ടോളൂ. ஐயோ, ஆபீஸ் போற டைம் ஆச்சு, ஒண்ணு சாப்பிட வேண்டாமா? நம்ம சாந்தா கிட்ட சொல்லி ஏதாவது. வேண்டாண்ணா, நானே எடுத்து தருவேன். வேണ്ട ருக்கு, டாக்டர் என்ன சொல்லிருக்க தெரியலையா? உனக்கு பெட் ரெஸ்ட் தானே? டாக்டர்ஸ் எல்லாம் அப்படித்தானே இல்லவா? நான் ரெஸ்ட் எடுத்தாச்சுன்னா உங்களை யார் பாக்குறது? அது பிரச்சனை இல்ல, உள்ள நம்ம சின்ன கண்ணு இருக்கு இல்லையா? போங்கண்ணா. ஐயோ, அப்படி போவாது, மெதுவா போணும். இப்படி இருக்குண்ணா. வாடக்கண்ணா. இப்படியா? போங்க. ருக்கு, நான் போயிட்டு வரேன். ஐயோ, நான் ஒரு விஷயம் மறந்துட்டேன். என்ன விஷயம்? ஐயோ சாரிண்ணா, வலிச்சதா? ரோட்ல எல்லாம் நிறைய பெண்ணுங்கள் உண்டு, அவராரும் என் புருஷனை கண்ணு வைக்க கூடாது. அதுக்குதான் இந்த பியூட்டி ஸ்பாட். அப்புறம் பொம்பளைங்களை பார்க்க கூடாது, நான் வெஜிடேரியன் சாப்பிட கூடாது, சிகரெட் பிடிக்க கூடாது. ஸ்ட்ரைட்டா போய் ஸ்ட்ரைட்டா வரணும். ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവത് വേണമാ? இல்லண்ணா, போதும் போதும். കണ്ടത്തിൽ വെച്ച കോലം പോലെ ഉണ്ടാവും. ഞാൻ വരട്ടിറക്കൂ. അയിരൂരിൽ ഇരുമ്പയിര് കണ്ടെത്തി. ഞാൻ അറിഞ്ഞില്ലല്ലോ അത്. അപ്പൊ കേട്ടോ, മോർണിംഗ് മോർണിംഗ്. ഇതെന്ത് ഈ വേഷത്തിൽ? ഓട്ടം തുള്ളലുണ്ടോ നിനക്ക്? കുത്തുവാക്ക് പറയല്ലേ എന്റെ അപ്പക്കുട്ട. സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ. അല്ലേ രേണു? അത് രേണുവിന് എങ്ങനെ അറിയാം? സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത്. ഇവിടെ ഇവിടെ ഇന്ന് കരിയിൽ ഒതുങ്ങി. എന്താ പോട്ടത്? രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്നത്? ഹാവൂ, രേണുവെങ്കിലുണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ.
ഇത് സഹതാപം അല്ല പ്രേമ, ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരുതരം പുച്ഛമാ. അനുസരണമുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത്. അത് തെറ്റാണ്, കുറ്റമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ എന്നെ പറ്റി മതി. പീനൽ കോഡൊക്കെ അവിടെ നിൽക്കട്ടെ. മനുഷ്യന്റെ ഓരോ അയ്യോ, ആ ബോംബ് വിളിക്കുന്നു. പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ. ഞാൻ ഓഫീസിൽ പോയി. അപ്പോട്ടാ വേണമെങ്കിൽ അപ്പോട്ടിനും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ. കാശ് കൊടുത്ത് വാങ്ങാതെ വല്ലവന്റെയും കാറിൽ ഓസിന് പോകാൻ ഞാൻ അത്രയ്ക്ക് തരം തന്നിട്ടില്ല. അതവന്റെ അമ്മായിയപ്പ വാങ്ങിച്ചു കൊടുത്ത കാറല്ലേ, അവ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോട്ടെ. ആര് വാങ്ങിക്കൊടുത്താൽ എന്താ? സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത്. അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട. നീ ഇപ്പൊ ഇത് പറയുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുകൂടെയെന്ന്. അതല്ലേ നിന്റെ മനസ്സിരിപ്പ്? അതെ, കാറുള്ളത് ഒരു അന്തസ്സാ. ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. നമുക്ക് കാറുണ്ടെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ നീ എങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകട. നോക്ക്, എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് 5-6 കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ വേണ്ട, കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല. നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി. പോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആരെങ്കിലും ഒരാൾ പറ. എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി. കൊണ്ടുപോകണം. ഇന്നത്തെ കണ്ടന്റ് എഴുതിക്കോ. ആസ് യൂഷ്വൽ മുണ്ടും ജുബേ. ഒന്ന് വേഗം എഴുതി, പോയിട്ട് പണിയുള്ളതാ. പിന്നെ നെറ്റിയിൽ 3 തലവര. ഞാൻ മതിയായിരുന്നു. ഭസ്മക്കുറിയത് കവളിലൊരു കറുത്ത കുത്ത് സാർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത. അത് നോട്ട് ചെയ്തോ. അതിന്റെ റൂമിന്റെ ചവിങ്ങ ഇതാ സാർ. ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണു വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എങ്കിലെന്തായാലും വിലസണ്ടല്ലേ. പാപ്പാ റുക്കു അയ്യോ, അപ്പ, അമ്മ. അപ്പ, എപ്പോ വന്നേ? ഇപ്പൊ താണ്ടി അപ്പ, ഉட்காருங்க. உட்காரமா பாப்பா, உனக்கு நான் எந்தெல்லாம் கொண்டு வந்திருக்கேன்னு பாத்தியா? என்னப்பா? சக்கா, பச்சை மாங்காய், புளி, லெடு, பழம்பொரி. எப்பா, என் ஆத்துக்காரனுக்கு மாங்காய் சம்மந்தினா ரொம்ப பிடிக்கும். அப்படியா? அதுக்கல்ல கண்ணா, இந்த டைம்ல பெம்பிள்ளாருக்கு புளி எல்லாம் ரொம்ப இஷ்டம் ஆயிடும். ஆமாடி. வெக்கமா இருக்குப்பா. பாரடி, குழந்தை வெக்கப்படுற. போங்கப்பா. பாப்பா, இந்த வாடகை விட்டதெல்லாம் கிடைக்குமா? ஓ நாத்துக்காரன் கிட்ட நான் 1000 தடவை சொல்லிருக்கேன். கம்பெனி ஒன்றும் வேண்டாம், இந்த சிட்டி இந்த கிளம்பி நம்ம ஊருக்கு போகலாம். அதெல்லாம் வேண்டாப்பா, அதெல்லாம் அவரோட இஷ்டம். சாந்தா, இதெல்லாம் எடுத்து உள்ள வை. சரி. வெயிட். பாப்பா, இந்த பொண்ணு இங்க தானா தங்க இருக்க? இல்லப்பா, காலையில வந்து சாயந்தரம் போயிடுவா. காலையில எத்தனை மணிக்கு? ஒரு 7:30 மணிக்கு. 7:30 மணிக்கு இங்க வருவாரா? ஏப்பா ஒரே கன்ஃபியூஷனா இருக்கீங்க? இல்ல ருக்குமணி, ஏன் மருமகனுக்கு வேற பெம்பிளார மூஞ்சி பாக்குறது பிடிக்காதுன்னு எனக்கு முன்னாடி தெரியும். பின்ன எதுக்கு இல்ல சார்? கரெக்ட்ப்பா, அவர் ஏன் முகத்தை அல்லாத வேறொரு பொம்பளையோட முகத்தை ஆக்கவே மாட்டார். ஆமா. அப்போ ஒரு காரியம் செய், இந்த சாந்தாவோடு 8:30 மணி கழிஞ்சு வந்தா போதும்னு நீயே சொல்லு. சரிப்பா. கேட்டோ சாந்தா, நீ 8:30 மணி கழிஞ்சு இங்க வந்தா மதி. எதுக்கு அவனு மனசுல பிடிக்காம வேலையெல்லாம் செய்யணும்ல பாப்பா? ஆமாப்பா, கரெக்ட்ப்பா, கரெக்ட். மோளே, உன் ஆத்துக்காரரு பூஜை எல்லாம் கரெக்டா பண்ணுவாரா? ஆமாமா, இப்ப ரொம்ப ஆசி. ஆமாமா, காலையில இருந்து குளிச்ச பூஜை முடிச்ச ஆபீஸுக்கு போனா அங்கேயும் அவர் பூஜை முடிச்சிட்டு தாப்பா வேலையே ஆரம்பிப்பா. பாத்தியாப்பா, மணி 10 ஆச்சு. இப்ப அவர் குருவாயூரப்பன் படத்துக்கு முன்னாடி உட்கார்ந்து அப்படியே போய் கும்பிட்டுட்டே இருப்பார். வா சாமி. Yes. I glad to inform you that my reputed advertising firm excuse me Rina, ഞാൻ എവിടെ നിർത്തി? സോറി. അഡ്വർടൈസിംഗ് ഫേം. Yes. Advertisers would like to take an ad film for your esteemed concern, Mrs. Jayalakshmi Jewellers. Details below. സാർ, എന്താണോ ഇവിടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ കണ്ടില്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടേ? സെറ്റ് റെഡിയായെന്ന്. ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു എടോ അതിങ്ങ് വന്ന് പറഞ്ഞാ പോരെ? റെഡി, അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. അപ്പോ കോമൺ സെൻസ് ഇല്ലാത്ത വൃത്തിയിട്ടവൻ. സർ, ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ബിലോ. സോറി, ഡീറ്റെയിൽസ് ബിലോ. അല്ലെ പിന്നെ വല്ലേ. ഒന്ന് കൈ അങ്ങോട്ട് ഉയർത്തു, വാച്ചാണ്. പൊക്കിക്കോളൂ. ഇങ്ങനെ ഇഷ്ടായി, എനിക്കിഷ്ടായി.
അല്ല എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാ. ഒന്ന് പറഞ്ഞേ. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ എനിക്കിഷ്ടം പറയുമ്പോ എന്നെ ഒന്ന് നോക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞു. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ കൈ ഒന്ന് പകരുത്. ഈ ഫേസ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ ഞാൻ എങ്ങനെ എടുക്കുന്നത്? എനിക്കിഷ്ടം പറയുമ്പോ എത്ര അപ്പൻ എത്ര വേണമെങ്കിലും എന്നെ ചീത്ത പറഞ്ഞോളൂ, പക്ഷെ എന്റെ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തരുത്. ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാ. കണ്ണാ, നീ തരികിടയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ പാപ്പാവ് ഉനക്ക് ഞാൻ തന്നത്. ശരിയാ, என் பாப்பாவுக்கு ஏஜ் கொஞ்சம் ஜாஸ்தியாகி போச்சு. പിന്നെ பேசும்போது கொஞ்சம் விக்கு வரும். അതുകൊണ്ട് തന്നെ വിവാഹ കമ്പോളത്തില് അവക്ക് മാർക്കറ്റ് ரொம்ப കമ്മിയാச்சு. അത് മണത്തെറിഞ്ഞ് വന്നവനാ നീ. പക്ഷേ നീ വന്നപ്പോഴേ നിന്റെ രോഗം എനിക്ക് തെരിയും. എൻ പാപ്പാവെ കെട്ടി ഉനക്ക് ராசாவாய் வாழணும். ஆய்க்கோ, அதுக்கு தானடா என் பாப்பாவை உனக்கு கல்யாணம் பண்ணி தந்தது. அப்பா இப்படி ஒன்னும் சொல்லக்கூடாது. ருக்கு எனக்கு கண்ணு மாதிரியாப்பா. കണ്ണോ കാലോ അത് നിനക്ക് തെരിയാതെ. ഏയ്, നിന്നെ പോലെ എങ്ങുന്നോ തരകിടയെ വന്നവനാ ഞാനും. എന്ത് വേണത് ആയിക്കോ, പക്ഷേ എന്റെ ഒറ്റ മളർക്കൂ അവളെ നീ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ഒന്നെ ഞാൻ കുന്നൊടുവേ. ஞாபகம் വെച്ചിക്കോ. ഏയ്, അറിയാം എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങി പോകുന്നെന്ന്. ഇല്ലാത്ത രോഗവും പറഞ്ഞ് ഡോക്ടറോട് സൊറ പറഞ്ഞിരിക്കാൻ വലിയ വീടുകളിൽ ഒരുപാട് സുന്ദരിമാര് വരുമല്ലോ. ഡോക്ടറാണെങ്കിലോ എന്തിനും റെഡി. യു ആർ റൈറ്റ്. എന്തായാലും എന്റെ ശ്രീമതിക്ക് ബുദ്ധിയുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇതേവരെ ഏതെങ്കിലും ഒരു ശ്രീമതി നിന്റെ ശ്രീമാനെ തിരക്കോടെ വന്നിട്ടുണ്ടോ? അതാണ് ഡോക്ടർ പ്രസാദിന്റെ ക്വാളിറ്റി. ഡിസ്പെൻസറി ഡിസ്പെൻസറി, ഹോം ഇസ് ഹോം. ആരാ നോട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ, ഇവരെന്റെ ഫ്രണ്ട്സാ, നാൻസി ആലീസും. ഞാൻ പറയാറില്ലേ? ഹലോ. അല്ല, അകത്തേക്ക് കയറി ഇരിക്കാൻ പോലും പറയുന്നില്ല. സോറി. ഇരിക്കൂ. എവിടെ മിസ്സസും മോനും ഒക്കെ? മോൻ ക്ലാസ്സിൽ പോയി. ഞാൻ മിസ്സിസിനെ വിളിക്കാം. അതാ ഞാൻ പറയാനുള്ള രേണു. ഡിസ്പെൻസറി ഈസ് ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ഇപ്പൊ എന്തായി? കാണാതിരുന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. വീട് വരെ എത്തിക്കഴിഞ്ഞു ഓരോന്നും. രാജി, ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. നീ എന്റെ മാനകളല്ലേ. കേക്കട്ടെ, എന്റെ ക്ഷമ കിട്ടാലുണ്ടല്ലോ. മിസ്സിസ് അടുക്കളയല്ല, നിങ്ങൾ വന്നറിഞ്ഞ് കാപ്പി എടുക്ക. പുള്ളിക്കാരത്ത് വലിയ സൽക്കാരപ്രിയ. പിന്നെ വന്ന കാര്യം, ധൃതിയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയായി നിൽക്കായിരുന്നു. ശരി, ഞാൻ ഡോക്ടറുടെ സമയം കൊല്ലുന്നില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ഡോക്ടറും വരണം. ആ, അന്ന് ഹൗസ് വാമിങ്ങിന് വരാതിരുന്ന പോലെ വരാതിരിക്കില്ലേ? അടുത്ത ഞായറാഴ്ചയല്ലേ? എന്തായാലും വരാം. മിസ്സസിനെ കണ്ടില്ല. മിസ്സിസ് അടുക്കളയിലായിരിക്കും. സാരമില്ല, ഞാൻ പറഞ്ഞോളാം. അല്ല, കാപ്പി കാപ്പി ഒന്നും വേണ്ട. എന്നാ ഞങ്ങൾ പോട്ടെ. മറക്കരുത്, തീർച്ചയായും വരണം. എന്തായാലും വരാം. വാ പോവാ. ഇന്നത്തെ കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ്. ഒന്ന് വളച്ച് നോക്കിയാലോ. കാണല്ലേ. ആരാണ് നീ? എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്കൊട്ടും തെറ്റിയിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സ് നിന്റെ മനസ്സ്. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് ഫ്രീയാ. നമുക്കിന്ന് എൻജോയ് ചെയ്യണം. ആരെങ്കിലും കണ്ട വളരെ ബോറാട്ടോ. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇടറാ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്താ ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ടേ ഈശ്വര. ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ വല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട് അതിന്റെ എഞ്ചിൻ കാണുന്നില്ലേ? എഞ്ചിനുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നം. പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയോട്ടിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്.
നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചേച്ചി ചെയ്യണ്ടേ? വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഫോഴ്സിനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ തള്ളണം അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്കാ? കേരള വണ്ടിയില് അമ്മച്ചി ഞാൻ കേറാൻ. എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയിട്ടെങ്കിലും ആരോ പറഞ്ഞത് അത്ര ആരോ അല്ല, ഞാനാ പറഞ്ഞു. ആരാണ് എന്നെ തള്ളേ? ഓക്കെ ഓക്കെ രണ്ടിന്റെയൊക്കെ കറക്റ്റ് അല്ലേ? കറക്റ്റാണ് സാർ, കറക്റ്റാ. ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം. ഇതോ ഇതെന്നെ തെരയുമാ? ലഡു, അല്ലേ? ജിലേബി, അല്ലേ? പഴംപൊരി. ஐயோ ராசையா அவ்வளவுதானே. இந்த மாதிரி ஒரு ஹஸ்பண்ட் இந்த உலகத்துல யாருக்குமே கிடைக்காது. ஆமா, யாருக்கும் கிடைக்காது. ஏன்னா காலையில போன மாதிரி இருக்கான்னு பாத்துக்கிறேன். சந்தனம், குங்குமம், பியூட்டிஸ் போட்டு அப்படி இருக்குண்ணா. அப்பா அம்மா வந்தா முறுக்கு, சீடை, அச்சப்பம் எல்லாம் கொண்டு வந்திருக்க. அப்பா ஆபீஸ் வரலையா? வந்தாச்சு. என்ன சொன்னார்? ஓ, என்ன அருமையான பொண்ணை கண்ணு போல பாக்கணும். போங்கண்ணா, எங்க அப்பா நல்லவர். വളരെ നല്ലത്. ஏன்னா அப்பா அம்மா உங்களுக்கு என்ன கொண்டு வந்திருக்கேன் தெரியுமா? ഇനി എന്താണോ കൊണ്ടുവന്നേക്കണേ? வாங்கண்ணா, காமிச்சு தரேன் வாங்க. എന്ത് മാരനാണാവോ? யாரையும் பார்த்தது? ஐயே, பாத்தீங்களா இருக்கு. ஏன்னா நீங்க பீடி பிடிச்சிருக்கீங்களா? இல்லடா, நிஜமா நான் பீடி பிடிக்கல. ஆமாடா, பொய் சொல்றேன். எனக்கு பீடி ஸ்மெல் தெரியும். ருக்கு, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് ചൊല്ലിയാച്ച് പല്ല് വേദനയ്ക്ക് ரொம்ப നല്ല മെഡിസിൻ സിഗരറ്റ് വലിക്കൂ. അതാ ഞാൻ സിഗരറ്റ് വലിച്ചേ. அப்படியா? அப்படின்னு நான் ஒண்ணு சொல்றேன். இனிமே நீங்க பீடி குடிச்சீங்கன்னா நான் உங்களை அடிக்கவே மாட்டேன். നല്ല പൊണ്ണു. ஆனா கொன்னிடுவேன், ஜாக்கிரதை. 1999, 2000, 2001, 2002. മതിയാ, ഇനി എനിക്ക് എണ്ണ അറിഞ്ഞൂടാ. ഇത് സംഖ്യയില്ല. ഓ, ഇനി വേറെന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് പറഞ്ഞാ മതി. ഓ, സമ്മതിച്ചു. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. എന്നാലും അതിൽ അധിക ചെലവല്ലേ രേണു? ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ അപ്പേട്ടാ? പക്ഷെ ഇത് ജീവിത ചെലവല്ലല്ലോ, ജീവിത പ്രകടന ചെലവല്ലേ? കൊറേയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. സ്റ്റാറ്റസ്? നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഒരു 2ാം വിവാഹ വാർഷികാഘോഷം, വേറെ പണിയില്ല. അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട. ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ, വാർഷികോ ആഘോഷോ. എന്താ അറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നാ മതി. അപ്പൊ പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കല്ലേ, ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങിയേ, എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം യാത്ര ചെയ്യാൻ. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി വിളിച്ചു വന്നാലോ? ടാക്സി! അങ്ങനെയാണ് കുട്ടികളെ ഞാൻ എങ്കിലും കണ്ടത്. ആലിസേ, ആന്റിക്ക് കുടിക്കാൻ വല്ലതും കൊടുത്ത? ഞാൻ എപ്പോഴും കൊണ്ടും. ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിടേണ്ടി വരും. ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ? ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ടാ നടക്കുന്നത്? അവരൊക്കെ ഇത് കെട്ടു മുമ്പേ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി കോട്ടുകൂടിയുണ്ട്. അതെന്തിനാ? ഞാൻ ഇപ്പൊ തന്നെ ഷർട്ട് അത് ഇട്ടിരിക്കുകയല്ലേ. മാത്രം പോരെന്നേ. ഇവളുടെ കാര്യം ഇവിടെ. ഈ കൈ കാണിച്ച്. ഇപ്പൊ ഇതും കൂടെ ഇട്ട് കഴിയുമ്പോ ഞാൻ ഉടനെ തന്നെ അന്ത്യശ്വാസം വലിക്കും. കൈക്കൊന്നും പറ്റില്ല. കൈ വിളിക്കുന്നു. ആ, നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച? എന്ത് ചിരിക്കുന്നേ? ഈ കോലം കെട്ടിച്ചിട്ട് ഇപ്പൊ അത് കണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ? ചിരിച്ചോ? അതല്ല അപ്പോട്ടാ, പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു. സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരന് ചേരുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് നടന്നേ. അയ്യോ, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. എന്തിനാ? എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇതിടുമ്പോ നടത്തം മാറുമോ? ആ, മാറും. നടന്നേ. നടക്കാൻ. നടക്കാൻ ഇങ്ങനെ നടക്കും. അയ്യോ, അങ്ങനെയല്ല. പിന്നെ? ഇങ്ങോട്ട് നോക്ക്. പിന്നെ എങ്ങനെയാ? കൈയൊക്കെ ഇങ്ങനെ നീട്ടി
തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. എവിടെ നടന്നേ? സ്മാർട്ടായിട്ടല്ലേ? നടക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. ആ പിന്നെ ഞാൻ ആദ്യം ചെല്ലാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോഴാന്ന് നീട്ടി വിളിക്കും. അപ്പൊ ദേ ഇങ്ങനെ എല്ലാവരും വിഷ് ചെയ്ത് ഇറങ്ങി വരണം. എന്റെ അപ്പോട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. എങ്ങനെ ഇങ്ങനെ താങ്ക് യു. ഇരിക്കും. രേണു, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. നീ എന്താ വരാത്തെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ വരാതിരിക്കാനോ? നിന്റെ ആളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. ചെറിയൊരു സമ്മാനം. എന്റെ പൈലറ്റ് നിന്റെ ഹസിന് വേണ്ടി വാങ്ങിയ സൂട്ടാ. ഈ സൂട്ട് കാണുമ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ ആളെ എന്റെ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. താങ്ക് യു. മോളെ, ഒറ്റയ്ക്ക് മടങ്ങി പോവേണ്ടതാ. നിന്റെ ആളെ ഒന്ന് വിളിക്കേ. കണ്ടിട്ട് ഇത്തിരി ചാപ്പാടും കഴിച്ച് വേഗം സ്ഥലം വിടേണ്ടതാ. പുള്ളിക്കാരൻ റെഡിയായി താഴെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു കോള് വന്നത്. ഇപ്പൊ വിളിക്കാട്ടോ. അപ്പോട്ടാ എന്താ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ? എന്നും ഇടാറുള്ള പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ. അതെ, സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരൻ ചേരില്ല. അത് അപ്പോട്ടിന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയായിരുന്നു. നിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. ഞാൻ നാൻസി സാമുവൽ. നാൻസി സാമുവൽ എന്ത് ചെയ്യുന്നു? രേണുവായി ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നാ. ഇപ്പൊ ഇവിടെ സെറ്റിൽഡാ. ഹസ്ബൻഡ് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ. 5 അടി ഉയരം, ഒറ്റ ശരീരം, നല്ല വെളുത്ത നിറം. മിസ്റ്റർ അപ്പുക്കുട്ടൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. കാണാൻ ഒരു വഴിയില്ല. എന്റെ അടുത്ത് വേണ്ടി തമാശ. സദാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്ലൈറ്റില്ല, ഭൂമിയിൽ കൂടി യാത്ര ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാ. പിന്നല്ലേ ആകാശത്തൂടി. എനിക്ക് ഒരു പഴയ സ്കൂട്ടറുണ്ട്, ഞാൻ അതിലാ യാത്ര ചെയ്യാറ്. ലാംബി. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ തൃപ്തിയായില്ലേ അപ്പോട്ടിന്? നാണം കെടാൻ തുണി കൊടുക്കാതെ ഒന്നും അല്ലല്ലോ ഞാൻ അവരോട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരിയ മംഗലത്ത് വീട്ടിൽ അപ്പുക്കുട്ടൻ അസൽ അപ്പുക്കുട്ടനായിട്ട് തന്നെയാ വന്നത്. ഇല്ല, എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഈ നാണക്കേട് മറക്കില്ല. മറക്കാതിരിക്കാനും വേണ്ടി അത്ര വലിയ പ്രശ്നമൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. നീ കെട്ടിത്തന്ന ആ വേഷം എനിക്ക് തീരെ ചേരുന്നില്ല. അതാണ് എനിക്ക് ചേരുന്ന ഈ വേഷം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നത്. കേട്ടില്ലേ ആ കോലത്തിൽ അങ്ങോട്ട് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരൊരു ചിരി. എന്റെ തൊലി ഉരിഞ്ഞു പോയി. സാരമില്ല, ഉരിഞ്ഞു പോയ തൊലി വീണ്ടും വരും. പിന്നെ ചിരിയുടെ കാര്യം, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് കണ്ട് ഇന്ന് ചിരിക്കുന്ന മക്കളുണ്ട് ഇവിടെ. ഈ കവളൊന്ന് കോഷ്ടിച്ച് പല്ലിങ്ങനെ പുറത്ത് കാണിച്ച അതിന്റെ പേരാ ചിരി. അതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് ആദ്യം നീ മനസ്സിലാക്ക്. എന്തിനാ ഏതിനാ അപ്പോട്ടിന് മറുപടി പറയാൻ അറിയാം. പക്ഷെ ഞാനാണ് അവിടെ തളർന്നെന്ന് അപ്പോട്ട് മനസ്സിലാക്കിയില്ല. നീ ഇങ്ങനെ ചൂടാവുന്ന എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ക്ഷണിച്ച അതിഥികളിൽ നിന്റെ ആ ഡോക്ടർ വന്നില്ല, അതല്ലേ കാര്യം? ഡോക്ടർ എന്റെ ആരാ? ഞാൻ ക്ഷണിച്ചവരൊക്കെ എന്റെ ആരാ? അവരുടെ ആർഭാടം കാണാനോ അവരുമായി ചങ്ങാത്തം കൂടാനോ അല്ല ഞാൻ അവരെ ക്ഷണിച്ചത്. പിന്നെ എന്തിനാ ക്ഷണിച്ചത്? എന്റെ ഭർത്താവിനെ, എന്റെ അപ്പോട്ടിനെ എല്ലാവരുടെയും മുന്നിൽ അന്തസ്സായി പ്രദർശിപ്പിക്കാനായി ഞാൻ ഒരുങ്ങിയത്. പ്രദർശിപ്പിക്കാൻ ഞാനൊന്ന് പ്രദർശന വസ്തുവോ? ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ ഇതുവരെ തടസ്സം നിന്നിട്ടില്ലല്ലോ. ഈ ചെറിയൊരു കാര്യം നീ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഞാൻ ഓർത്തില്ല. ക്ഷമിക്കുക, ഇനിയും വെഡിങ് ആനിവേഴ്സറികൾ വരില്ലേ? നമുക്ക് ഒരു കൊച്ചപ്പുക്കുട്ടം പറക്കട്ടെ. അവനെ നീ ആഗ്രഹിക്കുന്ന പോലെ പാന്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയൊരു ടൈയും ഒക്കെ കെട്ടി അസലൊരു സായിപ്പ് കുട്ടിയായിട്ട് വളർത്താം. പോരെ? ചിരിക്കടോ, ചിരിക്കടോ. ആകെ കൊളാക്കി. ഇത് ഷൂട്ടിംഗ് ആക്ച്വലി അത് പാറ്. ക്യാമറ, ലൈറ്റ്, HMI. ഞാൻ சொல்றது கேளுடா.
போறேன். போவாது ருக்கு. ஐயோ ஐயோ என்ன பாப்பா என்னாச்சு? சொல்லு ருக்கு. அப்பா அம்மாவை என்ன எப்படி எல்லாம் வளர்த்தேன். பத்மம், நம்ம குழந்தை எப்படி வளர்த்தின்னு நீயே சொல்லிக் கொடு. நல்லா தான் வளர்த்தியது, அதுக்கு இப்ப என்னடா ஆச்சு? அப்படி சொல்லாதீங்க, எனக்கு அண்ணா தெரியணும். ஐயோ அழாதம்மா அழாத. என் கண்ணம்மாவே ஒரு உறும்பு போலும் கடிக்காம என் கண்ணா வளர்த்தின. அது சரி, அது நான் குழந்தையா இருந்த போது. அதுக்கப்புறம் நீ வளர்ந்து பெரிய பொண்ணாயதுக்கு அப்புறம் அழகும் ஆரோக்கியம் உள்ள கண்ணுக்கு நிறைஞ்சொரு பையன் கிட்ட உன்னை ஒப்படைக்கணும். ஆனா செய்துட்டேன். இனி என்ன ப்ராப்ளம்? இல்லப்பா, உங்களை ஏமாத்தியாச்சு. அவருக்கு அழகு இருக்கு, ஆரோக்கியம் இருக்கு, ஆனா ஒண்ணு மட்டும் கிடையாது, மனசு. அவர் மனசு நல்ல மனசுப்பா. கண்ணம்மா, நீ யார விஷயம் சொல்ற? வேற யாரு? அவர்தான் அத்துக்கார். அப்படியா? ஏன் பொண்ணு அழ அளவுக்கு வச்சு அவன் கதையை இப்பவே நான் முடிச்சிடுவேன். முடிச்சிரு, என் கதையே முடிச்சிரு. நான் சொல்றது கேளப்பா. வாய மூடுறா சனியா. நீ எதுக்கு டூப்ளிகேட் மேரேஜ் பண்ற? அது என் வேலையப்பா. யாரா அந்த வேலை? ஐயோ, அது என் வேலை அப்பா, ஜோலி. என் മനസ്സിൽ ഒരേ ഒരു പെണ്ണുതാ இருக்கு. എൻ ருக்கு. അവളുടെ കുളന്ത മുഖം, അവളുടെ നടപ്പ്, അവളുടെ ചിരിപ്പ്, അവളുടെ பேச்சு, அதெல்லாம் என் மனசுல இருக்கப்பா. அவள் மேல எவ்வளவு அன்பை பாசம் இருக்குன்னு உங்களுக்கு தெரியுமா? நான் காமிச்சறேன். என்னடா நீ காமிக்க போற? ஹனுமானா இருந்து என் நெஞ்சு பொளிச்சு காட்டியறே. பாரு, ருக்கு இங்கதான் இருக்கு. சாரி, இங்கதான் இருக்கு. காமிச்சு தர்றேன். அவள் மேல எவ்வளவு அன்பை பாசம் இருக்குன்னு நான் காமிச்சு தர்றேன். நான் காமிச்சறேன். ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ. ഇവൻ എന്നെ കാമിക്ക പോറ? ഷേർഷാ. എന്താ സംശയമുണ്ടോ? ഷേർഷാ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി, അവ പറഞ്ഞു തരും. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷാ. തലയോട്ടികൾ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഷേർഷാ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി. ഇതയാളുടെ 40ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4, 5. അതെ, 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ, എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണം അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം. തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയുന്ന കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെയൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ഷേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ബൂർഷയെ വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് കിട്ടിയില്ലേക്കാം. എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. പൊക്കോളൂ. എന്മേലെ കോമാ മറந்துடுறா. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ருக்கு, നാളെ കാലയിல கோவிலுக்கு போனோம். ஒரு சத்ரு சம்ஹார புஷ்பாஞ்சலி பண்ணோம். நான் வரல, நீங்க போங்க. சரி, பரவாயில்ல, நீ வரலன்னா நான் போலாம். மைண்ட் ஒன்றும் சரியல்ல, உடம்புக்கல்ல ஒரே வலி, ஒரு பிரச்சனை. என்ன தெரியாது, என்னன்னு தெரியாது. நெஞ்சு வலிக்குதா? ஆமா. சரி சரி, தூங்கிக்கோங்க. நாளைக்கு கோயிலுக்கு போலாம். தூங்கிக்கோங்க. சரி. தூங்குங்க. என்னாச்சுன்னா? என்ன இப்ப நம்ம கோயில இருந்து வேற எங்கேயாச்சும் போறோமா? இல்ல, எங்க இல்ல.
എന്നാ இன்னைக்கு எனக்கு மல்லி மாலை பிச்சி மாலை கரம்பம் எல்லாம் വാങ്ങണോ അവളെ എതുക്ക് ഇരിക്കൂ ഇപ്പൊ തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട് அதுக்கு மேல எதுக்கு இந்த பூ பிசினஸ் ஐயோ அதுக்கு இல்லன்னா வட்டா கோயிலில பூஜை பண்றதுக்கு என்ன ஐயப்பன் கோயில் போற வழி இதானா ആ വഴി പോയാൽ നടക്കില്ല എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് என்ன അല്ല அந்த வழி அரேஞ்ச்மெண்ட்ஸ் எல்லாம் ரொம்ப மோசம் உள்ள நம்ம சின்ன கண்ணன் இருக்கு இல்லையா அப்ப கெட்டர்ல இப்படி இப்படி போச்சுன்னா பிரச்சனை ஆயிடும் அதான் அப்படிதானே என்ன எனக்கு இன்னைக்கு உங்க கையால ஏதாவது வாங்கி கொடுங்க எல்லாம் வாங்கி தரேன் சீக்கிரம் தடு அந்த சாரி வாங்கி தரேன் பிடிச்சு பிடிச்சு இதாளு இவ்வளவு பெரிய கடை ஆமாமா വലിയ கடை நைட்டி இருக்கு சாரி இருக்கு என்ன வேணும் அந்த சாரியா பிடிக்கல புல்லே அப்படியே நைட்டுக்கு அப்புறமா அந்த வயலட் வேணுமா வயலட் சாரியா எனக்கு பிடிக்கல யாரடா என் பொண்டாட்டி மேல கை வச்சது டேய் வெளியாரு டேய் பொண்டாட்டி மேல கை வைக்கிறதா யாரும் தெரியுமா எப்படி இருக்கு பாரு அண்ணே டேய் அடி அடி நிறுத்து 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 എന്നെ കൂടാതെ ഹെൽമറ്റ് ധരിച്ച വേറൊരുത്തരും ഇനി ഒരു അവസരം വരട്ടെ തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ആശാനെ ഷേർഷയ്ക്ക് ജാതിയില്ല മതമില്ല പക്ഷെ ക്രിസ്ത്യാനിയാണ് അയ്യോ അടിക്കാതീங்க എന്റെ വൈഫാണ് എന്റെ മാനങ്ങളെ ഫ്രണ്ട് എന്നെ കണ്ട പിന്നെ നില തീർത്തൂല്ല ഭയങ്കര തമാശക്കാരൻ ഇടിച്ചാണ് തടുപിടിക്കില്ലേ നിങ്ങൾ കാണിച്ച ഒരുമാതിരി പോക്കൃതരായി അല്ല അത് ഞാൻ താനൊന്നും മിണ്ടണ്ട താനാണെന്ന് വിചാരിച്ചു ഞാൻ ഒരുത്തനെ കയറി തല്ലുകയും ചെയ്ത് അവന്റെ രണ്ട് കിട്ടുകയും ചെയ്ത് എന്നെ നടുവും പോയി ആരാത് ഓ ഇനി അതറിഞ്ഞിട്ടണം അവനെ ചെന്ന് കണ്ട് അവന്റെ രണ്ടും കൂടി തനിക്ക് കിട്ടാൻ തനിക്കൊന്നും പറഞ്ഞ പണിയല്ല വെച്ചത് അയാളുടെ ഒരു മഞ്ഞ ഹെൽമെറ്റ് ഒരവസരം കൂടി ഷേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ? അത് കൂട്ടണ്ട, ഇതിന് ഞാൻ പകരം വീട്ടും. എന്നോടോ? ഇല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഷേർഷയ്ക്ക് ജാതിയില്ല മതമില്ല. ഇപ്പൊ മാനോ ഇല്ല. കറക്റ്റ്. பத்துக்காரையில ரஜினிகாந்த் மாதிரி நல்ல ஃபைட் பண்ணுவாரேனு. ஆமா. அப்புறம் இന്നലെ நானே வீட்டுக்காரங்க கூடி போகும்போது ஒரு ஸ்கூட்டர்காரன் வந்து அப்படியே இடிச்சிட்டான். சர்ப்ரைஸ் வேணு. ஆத்துக்காரையில நல்ல அடி கொடுத்தாச்சு. அப்பா என்ன ஃபைட். ஆனா ரஜினி படத்துல ரஜினி ஒரு அடி கூட கொள்ள மாட்டான். ஆனா என் அண்ணா கிளைமேக்ஸ்ல எல்லாம் அடி வாங்கிட்டான். அதுதான் குழம்பு கையில எல்லாம் தேய்ச்சு அவர் இப்ப பெட் ரெஸ்ட்ல தான் இருக்கார். பாவி எங்க அண்ணா. நாளையில இருந்து புது வருஷம் தானே, வேற புது வருஷத்துல இருந்து அவருக்கு நல்லது வரணுன்றதுக்காக நான் கூட்டு பாயசம் நேர்ந்திருக்கேன். இது வாங்கத்தான் நான் போறேன். நான் வரட்டுமா? முருகா அல்லவா என்னது காப்பாத்துமா. வரேன். ഇന്ന് ചിങ്ങ ഒന്നായിട്ട് നിന്റെ ഈ മുഖമാണ് കണി. രേണു, ഇന്ന് എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ സംഭവിക്കുന്ന പ്രമാണം. അതുകൊണ്ട് അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേ. അയ്യോ വല്ലതും പറ്റിയോ? വല്ലവനുമല്ല, എന്റെ നെറ്റിക്കാ പറ്റിയത്. മുറിഞ്ഞ ബെസ്റ്റ് കണി. സാർ പാൽ. ഓ, ആ മുടിഞ്ഞ പാൽക്കാരനാ. ഒന്നാം തീയതിയായിട്ട് ആ ശകനം കിട്ടവൻ വീട്ടിനകത്ത് കാലെടുത്ത് വച്ചാലേ മുടിഞ്ഞ്. വേണ്ട വേണ്ട, ഇനി അകത്തോട്ട് വരണ്ട, പാല് പുറത്ത് വെച്ചിരുന്നാ മതി. എന്താ പോട്ടെ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? നീ ഒരു അക്ഷരം മിണ്ടണ്ട. കഴിഞ്ഞ വർഷം ഒന്നാം തീയതിയിലെ ഗുണവിശേഷങ്ങളൊക്കെ അറിയാലോ. ആ വർഷം മുഴുവൻ അനുഭവിച്ച ഞാനാ. ഏകാന്തതയുടെ അപാരതീരോ. പാട്ട് പാടിയിട്ട് എന്നെ പേടിയാവും.
എന്ത് കോലം കണ്ടില്ലേ? കോലോ? ഇതെന്ത് കോലം? പേക്കോലം. ഞാൻ പറഞ്ഞത് ഈ കോലത്തിന്റെ കാര്യമാ. അല്ല രാവിലെ എങ്ങോട്ടാ? എന്റെ സാറ് ഇന്ന് 1-ാം തീയതിയല്ലേ ഐശ്വര്യമായിട്ട് തണ്ടാ വന്നതാ. അത് കണ്ടപ്പോ മനസ്സിലായി. എന്തിനെങ്ങനെ ചോദിക്കണ സാറേ? ഉള്ളതങ്ങ് തന്നാ പോരെ. ഇവിടെ ഒന്നുമില്ല. എന്റെ സേട്ടാ പിച്ചത്തരം പറയരുത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് നേരത്തെ ആരോന്ന് ചോദിച്ചാലും അല്പം പച്ചവെള്ളമെങ്കിലും കൊടുക്കും. ഒന്ന് പോടോടുന്നു. പോകാ പറയാ താനാരാ? ഇവിടുത്തെ മുതലാളിയോ? എടോ വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചെന്ന് മുതലാളി വിളിക്കണ്ടോ? ചെല്ലി അല്ല പൊടി. ஐயோ கிருஷ்ணா வருவாருப்பா சாமி. ஐயோ சாமி உள்ள வாங்க சாமி. சாமி உள்ள வாங்க. എരുമയാണവൾ. എരുമയാണോളന്നോ? ഇത് ഞാൻ പൊണ്ടാട്ടിടാ. சாமி வாங்க. ருக்கு என்ன இது? இவன் பிச்சைக்காரன்டி. ஐயோ ஐயோ அப்படியே சொல்லாதீங்க. சரி வாங்களே. என்ன விஷயம்? ஒரு நிமிஷம். It's all right. ஐயோ உங்களுக்கு புரியாத தெரியாதண்ணா. பெரிய காசுக்காரன் வீட்டுல கடவுள் வேஷம் மாதிரி பிச்சைக்காரன் மாதிரி வந்து தர்மம் கேட்டான். இந்த காசுக்காரன் கடவுளுக்கு ஒண்ணுமே கொடுக்கலன்னா ஒரு சாமி அப்படியே போய் அடுத்து பாகப்பட்ட வீட்டுல போய் தர்மம் கேட்டான். அந்த ஆள் உட்கார வச்சு சாப்பாடு அத்தை இது எல்லாத்தையும் கொடுத்துட்டான். சாமி அப்படியே சந்தோஷப்பட்டு அஷ்ட ஐஸ்வர்யங்களே அந்த ஆளுக்கு வாடி வழங்கினான்னா அந்த மாதிரி இந்த பிச்சைக்காரனும் கடவுள் தானா? இந்த பிச்சைக்கார மேல ரொம்ப ஸ்மெல் இருக்கு. இவன் கடவுள் அல்ல, கடவாவல். ஐயோ அப்படி இல்ல இல்லாதீங்கண்ணா. சாமி நீங்க உள்ள வாங்க. தேங்க்ஸ். வாங்க உள்ள வாங்க. உள்ள வாங்க. உள்ள வாங்க. ஐயோ கீழ சோஃபா மேல உட்காருங்க. அண்ணா நீங்க சாமி பக்கத்துல உட்காருங்க. அது நான் சொல்றத கேளுங்களேன். சாமி நான் சாப்பாடு எடுத்துட்டு வரேன். എന്താ പേര്? കാതലൻ. അയ്യോടാ രാജകുമാരൻ ഇടായിരുന്നില്ലേ? ചിരിക്കല്ലേ പേടിയാവണു. പല്ല് കേൾക്കാറില്ലല്ലേ? അല്ല സേട്ടാ ദന്ത ഡോക്ടറാ? ഡെന്റിസ്റ്റാ? എന്താ? അല്ല സേട്ടാ എപ്പോഴെന്റെ പല്ലിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു. അതെന്റെ പല്ല്. கடவுளுக்கு ஒரு இங்கிலீஷ் படம் போட்டு கொடு. ബിഎഫ് എടുക്കാ? ബീഫ് ഇടാനും കഴിക്കാറില്ല. അതല്ല സേട്ടാ ബിഎഫ് ബ്ലൂ ഫിലിമിന്റെ കാസറ്റ്. ருக்கு உன் கடவுள் என்ன கேக்குறான்னு தெரியுமா? വായന്ന് കൈ കൊടുക്കും. വെല്ലിട്ട് ഛർദ്ദിപ്പിക്കാൻ നോക്കണം വൃത്തിയോടെ. അഭിഷ്ടു പട്ടി കൈയൊക്കെ തുപ്പി വൃത്തിയേടാക്കി. നാളെ കഴുകാം. பாத்திருக்கியா? அப்படின்னா இந்த பாலை எடுத்துட்டு போய் முன்னாடி குடுத்துட்டு வந்துருன்னு அங்க சாமி வந்திருக்கு. சாமி இந்தா குடு. நான் இதை எடுத்துட்டு வந்துடுறேன். கடவுளே நம்ம என்ன புண்ணியம் பண்ணிருக்கோம் சாமி. சும்மா நிக்காத கும்பிட்டுட்டே நில்லுன்னா. എന്താ പേര്? ശാന്ത. സ്വീറ്റ് നെയിം. വയസ്സെത്രേ? 16. നല്ല പ്രായം. சாமி ஸ்வீட் சாப்பிடுங்க சாமி. நல்லா இருக்கட்டும். ஐயோ ஐயோ சாமி என்ன பசியா இருக்குன்னு பாரு சாந்தா. சாப்பிடுங்க. ഇന്നത്തെ കണി കൊള്ളാം. ഇന്ന് കുറെ വീട് കേട്ടണം. சாமி குருவாயிருப்பா எங்களை மட்டும் காப்பாத்துப்பா. എനിക്ക് വീട്ടിൽ തന്നെ. ഈ വീട്ടിൽ ഇപ്പൊ തണ്ടണ്ട. ഇവിടെ തന്നെ വേറെ തണ്ടികളുണ്ടോ? എന്നാ ഇവിടെ നിന്ന് തണ്ടാം. എവിടെ നിന്ന് ഉള്ളതാ? എന്തോന്ന്? 1-ാം തീയതി ആയിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശെടു സാറേ. കാശ് നീ കൊണ്ട് തന്നിട്ടുണ്ടോ? എന്നാ കത്തുപോയി തണ്ടാ. കൊണ്ടുപോ. ഓടോ. 10 രൂപ എവിടെ കരുത തെണ്ടിയാണ് ഇവനൊക്കെ? തെണ്ടികളുടെ വില കളയാൻ തന്നെ തെണ്ടി. ഇന്ന് 1-ാം തീയതി ആയിട്ടെങ്കിൽ തെണ്ടിലൊന്ന് നിർത്തി കൊടേടാ തെണ്ടി. ഇന്നത്തെ ദിവസം തെണ്ടില്ലെങ്കിൽ ഈ കൊല്ലം മുഴുവൻ ഞാൻ തെണ്ടി പോകും. തെണ്ടി ഗേറ്റിന് പുറത്ത് നിന്നാ മതി. 1-ാം തീയതി നീ അകത്ത് കയറണ്ട. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞിട്ട് വാങ്ങണ്ടേ? കൈ നീട്ടൊക്കെ ഞാൻ മാറ്റി വെളിക്കൊണ്ട് തരാം. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഒക്കലല്ലേ? ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വരാം. ഒന്നിച്ച് പോവാൻ നമുക്ക്. ഓ ഈ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചിന് ഗതി ഉണ്ടാവില്ല. ഈ തുരുമ്പ് ഇങ്ങനെ ഓടിച്ചു നടക്കുന്ന മുലാലിനെ സമ്മതിക്കണം. ഒരിക്കൽ ഞാൻ തൂക്കി വിൽക്കും. എന്റെ കൂടെ ഉള്ള ഈ ഓസിനുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു സ്ഥിരം ശീലമാക്കണ്ട. സ്റ്റാറ്റസിന് ചോദിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, മുതലാളി എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ചേ അടങ്ങും. എവിടെ കയറി പോന്നു? നീ നഗത്തേക്ക് കയറണ്ട. അല്ല ഈ 1-ാം തീയതി വെച്ച് നീ എന്താ കരുതി? 1-ാം തീയതി ദൈവമേ, 1-ാം തീയതി 1-ാം തീയതി അല്ലേ? 1-ാം തീയതി ഒക്കെ തന്നെ. ഈ 1-ാം തീയതി കയറൽ എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ളതല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. 1-ാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ അതിന്റെ ഗുണം. ഞാൻ കയറാൻ പോയത് അതുകൊണ്ടാ നീ കയറണ്ടെന്ന് പറഞ്ഞത്.
പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് വാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും മുതലാളി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി തരൂ എന്ന് പറയണം. ആരാ? കമ്പിയുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു ഇരുമ്പ് കമ്പി തരുവോ? ഏതായിട്ടോ? ഓ, ഏതായാലും കുഴപ്പമില്ല. എന്താവശ്യത്തിനാ? കൊച്ചു കള്ള വിളിച്ചു വരുത്തിയിട്ട് എന്താവശ്യമൊന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? അധികം പരിചയമില്ലല്ലേ? അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഒന്നാം തീയതിയായിട്ട് കുഴപ്പിക്കല്ലേ? എനിക്ക് എന്റെ കാശ് തരണം, അല്ലാതെ ഈ വാസത്തിൽ പോവില്ല. കാശ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എണീക്കണം, പുറത്തു പോകണം. പോകാനോ? എങ്ങോട്ട്? എന്റെ കാശ് കൊണ്ടുതാ. മേശപ്പുറത്ത് താഴെ ഇറങ്ങാൻ. പിന്നെ ആരാ? എന്താ മുതലാളി? എനിക്കറിയില്ല. രാവിലെ ഓരോന്ന് കയറി വരും മെനക്കെടുത്ത്. അല്ലേ, വിളിച്ചു വരുത്തിയിട്ട് കാശ് തരില്ലെന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായവാ? നിങ്ങൾ പറ. നിങ്ങൾ ആര് വിളിച്ചു വരുത്തിയെന്നാ? ഇവർക്ക് ആള് മാറി പോയിട്ടുണ്ടാവും. ഓ, അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ? എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാരമില്ല, കാശ് കൊടുത്തങ്ങ് ഒതുക്കേക്ക് മുതലാളി. ഇങ്ങോട്ട് 2 രൂപയോ? താ വെച്ചോ. ദരിദ്രവാസം. വീട്ടിൽ നല്ലൊരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ മുതലാളി? ഡോക്ടർ എന്താ ഈ വഴിക്ക്? ഇവിടെ അടുത്തിന്റെ ഒരു ഫ്രണ്ടിനെ കാണാമെന്നാ. ഇതാണ് എന്റെ വീട്. വെഡിങ് ആനിവേഴ്സറിക്കോ വന്നില്ല. വിരോധം ഇല്ലെങ്കിൽ ഒന്ന് കേറിയിട്ട് പോവാം. പിന്നെന്താ? ഷുവർ. കുറച്ചു ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കാണാറില്ലല്ലോ. ഓ, ഹൗസ് വാമിങ്ങിനും വെഡിങ് ആനിവേഴ്സറിക്കും വരാത്ത പരിഭവമായിരിക്കും അല്ലേ? പ്രതിഷേധം ഇയാളുടെ ശരീരത്തിനോടായാലേ നഷ്ടപ്പെടുന്നത് എന്റെ അപ്പേട്ടനായിരിക്കും. 777 ലക്കി നമ്പർ ആണല്ലോ. ഈ നമ്പറിലെ കാർ കണ്ടെത്തിയതും രേണുവിന്റെ അപ്പേട്ടനായിരിക്കും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അപ്പേട്ടന് വലിയ ക്രേസാ. അകത്തിരിക്കാം. ഒന്ന് മാനേജ് ചെയ്തോടെ. മിസ്റ്റർ അപ്പുകുട്ടനോടുള്ള കാര്യം രേണുവിനോട് പറഞ്ഞില്ലല്ലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. മിസ്സിസ് രേണു പറഞ്ഞിട്ട് അവർ മാത്രമേ കാണൂ. എം പ്രസാദ്, നിങ്ങളുടെ പ്രിയതമ എന്റെ പേഷ്യന്റാ. ഡോക്ടർ, നൈസ് ടു മീറ്റ്. നിങ്ങളെ പറ്റി രേണു പറഞ്ഞ പോലെ തന്നെ നല്ല വെളുത്ത നിറം. വെളുത്തു നിറോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ, നിങ്ങൾ വെളുത്ത നിറമല്ലെന്നുണ്ടോ? വെളുത്തു തന്നെ. പക്ഷേ രേണു പറഞ്ഞത്ര ഹൈറ്റ് ഇല്ല. ഞാനത് അമ്പലത്തിൽ നിന്ന് വരുന്നോണ്ട് തോന്നുന്ന. സ്വന്തം ഭർത്താവിന് അല്പം ഉയരം കൂട്ടി പറയാൻ ഏതൊരു ഭാര്യയും ശ്രമിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ ചേർച്ചയുള്ള കപ്പിൾസാ നിങ്ങൾ. ഓ, അത് ശരി. അങ്ങനെ ഞങ്ങൾ ചേർച്ചുള്ള കപ്പിൾസ് ആണെന്ന് പലരും പറയാറുണ്ട് അല്ലേ രേണു? വരൂ, ആശ്രയിക്കാം. എപ്പോ വന്നു? കുറച്ചു നേരം. എന്താ നേരത്തെ വരാഞ്ഞേ? നീ ഇവിടെ നിൽക്ക, പോയി കാപ്പി എടുത്തിട്ടോ. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പതിവില്ലാത്തതാണല്ലേ ഈ വേഷം? പതിവുള്ളത് തന്നെയാ. അല്ല, രേണു പറഞ്ഞു സദാ പാന്റും കൊണ്ടും ധരിക്കുന്ന ആളാണെന്ന്. ഓ, രേണു അതും പറഞ്ഞു. അവള് പറഞ്ഞാ ശരിയാ. പക്ഷെ ഇന്നത്തെ കാര്യം അവൾ മറന്നുണ്ടാവും. ഇന്നത്തെ കാര്യം? ഇന്ന് 1-ാം തീയതി അല്ലേ ഡോക്ടർ? ഓ, രാവിലെ കുളിച്ച് മുണ്ടും ചുബ്ബയായിട്ട് അമ്പലത്തിൽ പോയി. അവളെ ഞാൻ വിളിച്ചു, പക്ഷെ വന്നില്ല. ഭയങ്കര മടിച്ചാ. ഇനി വേണം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓഫീസിൽ പോവാൻ. ഓഫീസിലോ? അതെ, എന്റെ അഡ്വർടൈസിംഗ് ഏജൻസി കമ്പനി. അപ്പോ എക്സ്പോർട്ടിംഗ്? ഓ, അതും അവള് പറഞ്ഞോ? ഒരുപാട് ഫേംസും കമ്പനീസും ഉള്ളതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാറില്ല. കാരണം ഈ റെക്കമെൻഡേഷൻ, അതിന്റെ പ്രോബ്ലംസ്. പിന്നെ ഈ അഡ്വർടൈസിംഗ് തന്നെയാണല്ലോ ഈ എക്സ്പോർട്ടിംഗ്. ഈ എക്സ്പോർട്ടിംഗ് തന്നെയാണ് ഈ അഡ്വർടൈസിംഗ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാ. നീ നമ്മുടെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ? എന്ത് പറഞ്ഞാലും എന്താ ഇതുപോലൊരു ചിരിയാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. വെഡിങ് ഡേക്ക് ഹൗസ് വാമിങ്ങിന് വരാത്ത പരിഭവം ഇപ്പൊ തീർന്നല്ലോ അല്ലേ? വെഡിങ് ഡേക്ക് വരാതിരുന്ന ഒരു കണക്കിന് നന്നായി. ഭയങ്കര ബോർ കമ്പനി ആയിരുന്നേ.
അല്ലേ രേണു? നമുക്കൊരു ദിവസം ഒരുമിച്ച് കൂടാം. ഞാൻ കിട്ടുന്ന ആയിക്കോട്ടെ. ഓക്കെ പോട്ടെ. ഹലോ, അത് ഞാനല്ല. എന്റെ ഡോക്ടറെ, ഇതുപോലൊരു നോട്ടം പണ്ട് ഞാൻ നോക്കിയതാ. ഇത് ഇവളുടെ ചേച്ചി ഹസ്ബൻഡുവാ. ഇപ്പോഴും ഇവരെ ഒരുമിച്ച് കണ്ടാൽ എനിക്ക് തെറ്റിപ്പോവും. റയറായിട്ടുള്ള ട്വിൻസാ. അല്ലേ രേണു? ട്വിൻസ് ആണല്ലേ? ശരി, ഞാൻ കിട്ടുന്ന. ആയിക്കോട്ടെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. അയ്യ, കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റിയ സാധനം. ശരി എന്നാ, ബൈ. ബൈ. പെട്ടെന്നൊന്ന് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടിയിട്ടില്ല. പിന്നെ ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഇങ്ങനെയൊക്കെ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ രേണു ഡോക്ടറോട് പറഞ്ഞ എല്ലാ കള്ളങ്ങളും പൊളിയുമായിരുന്നു. പിന്നെ നാളെ ഡോക്ടറെ മുഖത്ത് നോക്കാൻ പറ്റുമോ? സത്യത്തിൽ നന്ദി പറയേണ്ടത് എന്നോടാ. ഏതായാലും ചിങ്ങ ഒന്നിന് രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ്, എ റൊമാൻറ്റിക് ഹീറോ, മിസ്റ്റർ പ്രേം. രേണു, രേണു, എന്താ ഇത്? ഇന്നൊരു നല്ല ദിവസമായിട്ട് നിലവിളക്ക് പോലും കത്തിച്ചു വയ്ക്കാതെ. സാരമില്ല, സദാ കത്തി നിൽക്കുന്ന വിളക്ക് രേണുവിന്റെ മനസ്സിലുള്ളപ്പോ എന്തിനാ മറ്റൊരു നിലവിളക്ക്, അല്ലേ? ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, നീ ഭക്ഷണം എടുത്ത് വയ്ക്കും. പിന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നീ എന്താ ഒന്നും കഴിക്കാത്ത? നിനക്ക് എന്തു പറ്റി? വിശപ്പില്ല. എനിക്കറിയാം എന്താ വിശപ്പില്ലാത്തതെന്ന്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പ്രതീക്ഷിക്കാത്ത പലതുമാണല്ലോ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്. അത് മനഃപൂർവ്വം തന്നെയാണ് സംഭവിച്ചത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? നീ എന്നല്ല, ആരായിരുന്നാലും തെറ്റിദ്ധരിച്ചു പോകും. ആ കൊച്ചുരാമൻ, അവൻ ഒറ്റ ഒരുത്തനായി നിനക്ക് കാരണക്കാരൻ. അതിന് കൊച്ചുരാമൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പോട്ടാ. അവൻ അറിഞ്ഞിട്ടില്ലെന്നോ? അവനല്ലേ 1-ാം തീയതി കടയിൽ കയറാനെന്നും പറഞ്ഞ് എങ്ങാണ്ടോ കിടന്ന് ഒരുത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഈ ബഹളം അത്ര ഉണ്ടായതും. ബഹളോ? എന്ത് ബഹളം? രേണു, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നിന്റെ ഈ പെരുമാറ്റം, അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. രേണു, നീ എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയില്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന? കല്യാണം കഴിഞ്ഞ അന്ന് മുതല് എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. മരിക്കുന്നവരെ നീ മാത്രമേ ഉണ്ടാവൂ. എന്റെ അപ്പോട്ടിന് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാ ശാന്താവെ കാണുന്നില്ല. ആ ബാത്റൂമിൽ എവിടെയെങ്കിലും നോക്ക്. എല്ലായിടത്തിലും തേടിയാച്ചില്ല. ആ കടവുള് 3-4 ദിവസമായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ റോന്തുറ്റുണ്ടായിരുന്നു. അവൻ കൊണ്ട് കാണും. എന്ത് കടവുൾ? ആ പിച്ചക്കാരൻ ഓൻ കടവുൾ.
ஐயோ அண்ணா அப்படி சொல்லாதீங்கண்ணா சாமி சொல்லக்கூடாது. എടി സൊല്ലാണ്ടെങ്ങനെയാ സൊല്ലാതെ എങ്ങനെയാ എടി അവനെ പിടിച്ച് നീ ഇവിടെ കയറ്റിയെടുത്തിട്ട് പാല് കൊടുക്കല് പഴം കൊടുക്കല് TV കാണിക്കല് എന്തെല്ലാം ആയിരുന്നു. എന്നെ പിടിച്ച് അവന്റെ അടുത്തിരുത്തിയില്ലടി. അവനെ വൃത്തിയായിട്ടവൻ എന്റെ വായി കയറ്റിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു. എന്താടി അവന്റെ പേര്? കാതലൻ, വൃത്തിയായിട്ടവൻ, പുഴുപ്പല്ലൻ, പാണ്ടി, നീഗ്രോ. എടി എടി അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ പൊക്കോട്ടെ, ഞാൻ സഹിച്ചേനെ. പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കിയതാ. இவ்வளவு ஓலியம் வேணாம், உட்கார். உட்கார், அதை எடுத்து படி, சத்தமா படி. ഇത് സംസ്കൃത, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ വീശാൻ എടുത്തതാ. அப்படின்னா வீஸ். அப்போ மண்டோதரி வந்தா. நான் எத்தனை நாளா சொல்லிட்டே இருக்கு, நம்ம ருக்கு வீட்டுக்கு போனோம், நம்ம ருக்கு வீட்டுக்கு போனோம்னு. எதுக்கடி? ஓ, உங்களுக்கு ஒண்ணும் தெரியாதா? பிரேமன் ஆபீஸுக்கு போனதுக்கு அப்புறம் ருக்கு தனியா தானே அங்க இருக்கு. கண்ணே தேனேன்னு பார்க்க வேண்டிய டைம் தானே இது. எனக்கும் அது தானடி டென்ஷன். நீ ஒரு காரியம் செய், சீக்கிரம் ரெடி ஆயி வா. இப்பவே அவளை கூட்டிட்டு வரா. போ. கடவுளே, என்று நல்ல காப்பாத்துக்கணும். டைம் ஆச்சு, சீக்கிரம் கிளம்பணும். என்ன அந்த மாதிரி ஆடுவீங்க? നീ പോയി കഴിഞ്ഞ ഞാനിവിടെ ഒറ്റയ്ക്ക്. ஏண்டா கத்துற? അപ്പാ, എല്ലാ പെൺകുട്ടികളെയും 7ാമത്തെ മാസത്തിലെ പ്രസവത്തിന് കൂട്ടിട്ട് പോകുന്നു. ஆனா ஏன் ருக்குரை மட்டும் எதுக்காக இந்த மாசத்துல நான் கூட்டிட்டு போறேன்? அண்ணா, நீ ஆபீஸுக்கு போயதுக்கு அப்புறம் ருக்கு இங்க தனியா தானே, நீ எதுக்கு கவலைப்படணும்? உனக்கு டைம் கிடைக்கும்போதெல்லாம் என் வீட்டுக்கு வரலாமே. എനിക്ക് ഇവിടെ നിറയെ ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് വരുന്നത്? അല്ല ருக்கு. ஆமாப்பா, அவர் சொல்றது உண்மைதான். யோ, டைம் ஆச்சு. ராகாரத்துக்கு முன்னாடி வீட்டுக்கு எத்தனம், சாமி கும்பிடு. கடவுளே, வா. அப்பா பொட்டி நில்ல ருக்கு. டாக்டர் என்ன சொல்லிருக்க? அப்படி பண்ண கூடாது. மாற மாற. பாத்து. அப்பா பொட்டி போடி. நானா, சீக்கிரம் எடுத்து வாடா. வா. வாங்க. അമ്മയെ കിട്ടിക്ക്. என்னது? അമ്മയെ കിട്ടണ സമയത്തൊക്കെ രുക്കുനെ നോക്കണേ. മെതുവാ മെതുവാ. என்னடி என்ன? சனிக்கிழமையான எண்ணெய் தேய்ச்சி குளிக்கணும், ஒழுங்கா ஆபீஸ் போகணும், கரெக்டா சாப்பிடணும், அழக்கூடாது. அழாதீங்கண்ணா, எண்ணெயில போயிட்டு வரேன். அம்மா நல்லா பாத்துக்கணும். மனசே வரலப்பா. ஏறமா. என்ன என்ன இங்க வா அண்ணா. சொல்றதுல ஞாபகம் இருக்குல்ல? பொண்டாட்டி ஊருக்கு போயாச்சு. என் பொண்டாட்டி ஊருக்கு போயாச்சு. അപ്പുകുട്ടാ, പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽ പുള്ളി ഞാനിപ്പോ. ഇനിയുള്ള ദിവസം ഞാനിവിടെ ഒരു കലക്ക് കലക്കും. അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ? ക്രിമിനൽ ഇയാളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ. മനുഷ്യൻ എത്ര പെട്ടെന്ന് മനസ്സിലാവൂ. ஹலோ, ഒരു വിഷയം தெரியுமா? എൻ പൊണ്ടാട്ടി വീട്ടിക്ക് പോയാച്ച്. ഇനി രേണുവിന് തുറന്ന മനസ്സോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രേമന് നൽകാം. അല്ല, ചായയോ കാപ്പിയോ, ഞാനതാ ഉദ്ദേശിച്ചത്. പിന്നെ ദേ, എന്നെ ഇവിടുത്തെ അപ്പക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടാ എന്റെ രുക്ക് പോയിരിക്കുന്നത്. ആ, നല്ല നിറം. സാരി ഐ മീൻ സാരി. സ്വന്തം സെലക്ഷൻ ആയിരിക്കും. അങ്ങേർക്ക് ഇത്രയും കളർ സെൻസ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തീർച്ചയാ. ആരെങ്കിലും സെലക്ട് ചെയ്തോട്ടെ, അതിന് പ്രേമൻ എന്താ കാര്യം? അത് കൊള്ളാം. എന്താ കാര്യന്നോ? ഇത്ര മറന്ന ചിങ്ങം 1-ാം തീയതി രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ് മിസ്റ്റർ പ്രേം. എന്തിനിങ്ങനെ പേടിക്കുന്നേ? താലി കെട്ടിയില്ലെങ്കിലും സാക്ഷിയുണ്ടല്ലോ, ഡോക്ടർ പ്രസാദ്. പിന്നെ രേണു പേടിക്കുന്നു. പേടിയൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഹെൽപ്പ്, എന്ത് സഹായം വേണമെങ്കിലും രേണുവിന് എന്നോട് ചോദിക്കാം. ആരും അറിയില്ലെന്നേ. പിന്നെ ഈ ചുറ്റിക്കളി, അതെനിക്ക് വലിയ ഇഷ്ടോ. ബൈ. സാർ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ. ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ല. സാറേ, പെണ്ണുമ്പിള്ള സാറിനെ ഡൈവേഴ്സ് ചെയ്തോ? ഡൈവോഴ്സ് ചെയ്തൊന്നുമല്ല, എന്റെ പെണ്ണുമ്പിള്ളക്ക് ഗർഭം പ്രസവിക്കാൻ വിട്ടു. ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും. ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി. അയ്യോ, കൂടുതൽ സംസാരിക്കല്ലേ, ക്ഷീണിക്കും. ആ കീങ്ങുന്നേ ബില്ലൊക്കെ ശരിയാക്കി.
എനിക്കൊരു 4 ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ടോ? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്റെ മകൾ സരളയ്ക്ക് 17 വയസ്സ് പൂർത്തിയായാൽ പഴനിമല ചവിട്ടിച്ചേക്കാവുന്നു. സരളയ്ക്ക് 17 വയസ്സോ? അപ്പൊ അതിന്റെ മൂത്തത്? സരസു 19 വയസ്സ്. അപ്പൊ അതിന്റെ മൂത്തത്? സുനന്ദ 21 വയസ്സ്. സരള, സരസു, സുനന്ദ. എന്നിട്ട് ഇതുവരെ ആരും കല്യാണം കഴിപ്പിച്ചിട്ടില്ല സാർ. കഷ്ടമാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല? കള്ള കഴിവറടാ മോനെ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ? എന്താ ശങ്കരകുട്ടി ആലോചിക്കുന്നത്? അല്ല സാർ, പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ. വിഷമിക്കണ്ട. ശങ്കരൻകുട്ടിയുടെ 3 പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാലോ. എന്താ ശങ്കരൻകുട്ടി ഒരുമാതിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നൊരു അന്യായിട്ട് കാണുന്നേ? നിന്ന് സംസാരിക്കാ. എന്റെ മുമ്പിൽ ഇരിക്കണേന് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വയസ്സാകാലത്ത് ഒരു പിതാവിനെ ജോലിക്ക് നടക്കാം. എനിക്കത് ഇഷ്ടമല്ല ശങ്കരൻകുട്ടി. സാറിന് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇതാ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, അവർക്ക് ഈ ജോലി വലിയ താല്പര്യമില്ല സാർ. എന്റെ മോഡലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കോളാം. ജ്യേഷ്ഠന്റെ വിരോധമൊന്നുമില്ലല്ലോ. ശങ്കുട്ടിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു? മുടിക്കൽ. പണിയല്ല ചോദിച്ചത്, വീട് എവിടെയാണെന്ന്. കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെറ്റെ പെരുമ്പാവൂർ മുടിക്കൽ, ഹൗസിംഗ് കോളനി നമ്പർ 113. 113 113. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻകുട്ടി ഇവിടെ ആരും ഇല്ലെന്നേ, പേടിക്കട്ടെ സാറ് വാ. നന്നായി. മൂത്താളാണല്ലേ? അതെ സാറേ. സുനന്ദ. സാർ ഇപ്പൊ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. സരസു? ഓ, സരസു ഇവിടില്ലേ? സരസു ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരൻകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആരുടെ മോളാണെന്ന് ആർക്കറിയാം? പുറത്തെന്തൊരു പളം. ഇവിടെ ആരെങ്കിലും കയറി വന്നാ ഇത് പതിവാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ കുഴപ്പമൊന്നും ആവില്ല സാറേ. സാർ കുറച്ച് കാശ് എടുത്തേ, ഞാനത് കൊടുത്ത് അവരെ ഒതുക്കാം. നോക്ക്, പോ. വീട് തെറ്റിയതാ. ഞാൻ ശങ്കരൻകുട്ടി. എന്നെ സാറാ? സാറ് വന്നാട്ടെ. സാർ ഇത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ഇവൻ എന്നെ കൊന്നേനെ. അല്ല, ഞാൻ മതി എല്ലാരും പോയാട്ടെ. എന്റെ വീടിന്റെ നമ്പർ എത്രയെന്ന് പറഞ്ഞേ? 113 അല്ലേ? പെരുവഴിയാക്കി തരാം. ഞാൻ പെരുവഴിയാക്കി തരാം. കാട്ടി ഇതിനകത്തൊന്നുമില്ലേ? 0 ആണല്ലോ. ആഹാ, അത് ശരി. ഈ സേട്ടിന് ഈ പരിപാടി ഉണ്ടോ? ഏതായാലും ഇരിക്കട്ടെ, കൊടുക്കാം. വാസന്തി உனக்கு தெரியுமா? ஆமாடா, வீட்டுக்குள்ள ஆபீஸுக்குள்ள நிறைய வேலை இருந்து அதான். சரி, அப்படின்னா ஏன் ஃபோன் பண்ணல? ஆபீஸ் ஃபோன் அவுட் ஆஃப் ஆர்டர். அப்ப நினைச்ச வீட்டுக்குள்ள வந்து ஃபோன் பண்ணலாம்னு. அங்கேயும் அவுட் ஆஃப் ஆர்டர். ஆக டோட்டல் எல்லாமே அவுட் ஆஃப் ஆர்டர். அதான் நான். என்ன ஃபோன் பூத் பக்கத்துல இல்லையா? பொண்டாட்டியோட பப்ளிக் முன்னாடி போனில் எப்படி பேசுறது? அதாடா. ஐயோ, அப்படியா? ஐயோ, நான் உங்களை தப்பா நினைச்சிட்டேன். சாரிண்ணா. ஏன்னா இங்க இருந்துட்டு ஒரே போர் அடிக்குதுண்ணா. உனக்கு இப்ப பெட்டர் தானே? டாக்டர் சொன்னது தெரியாதா? உள்ள நம்ம சின்ன கண்ண இருக்கு இல்லையா? நடக்க கூடாது. இப்பதான் நடக்கணும். ഇവിടെ ഉണ്ടായിരുന്ന அப்படி சொல்லுங்கப்பா. முதல்ல உனக்கு எங்க எல்லாம் போனோம் அது சொல்லு. ആദ്യം പാർക്ക്, പിന്നെ ബീച്ച്, പിന്നെ ഐസ്ക്രീം പാർലർ, എല്ലാ இடத்துலயும் போணும். வெயிட் அதுக்கெல்லாம் முன்னாடி நீ டாக்டர் போய் பாரு. செல்லடா. சரி சரி, ட்ரெஸ் மாட்டிட்டு வா. ஐயோ, தேங்க்ஸ்ண்ணா. ஐயோ, மெதுவா போணும். நான் அன்னைக்கு சொல்லி இல்லையா? மெதுவா போணும். கண்ணா, பணம் தேவை இருக்கா? ഒന്നും വേണ്ടേ? അയ്യോ, പണോ? കുറച്ച് കിട്ടിയാ ഞാൻ. சரி, நான் எடுத்துட்டு வரேன்.
ഇനി ഇതിനെ കൊണ്ട് പോണല്ലോ. என்ன மெடிசின்ஸ் இங்க இருந்து வாங்க வேண்டாமா? വേണ്ട വേണ്ട, വെളിയിൽ നിന്ന് വാങ്ങിടാം. ഇങ്ങ ரொம்ப കത്തി. ஓ அப்படியா? പൈസ எதுக்குண்ணா? ഇത് മെഡിസിൻ വാങ്ങறது. ஐயோ இங்க பெரிய கத்தி இல்லையா? വെളിയിൽ താൻ കത്തി. ഇങ്ങ ரொம்ப நல்ல മെഡിസിൻ. ஐயோ அண்ணா உங்க பேசுங்க. ഡോക്ടർ വരുമ്പോൾ അവളുടെ ഒരു പേഴ്സ്. என்னன்னா? പേഴ്സ് എൻ കയ്യിல இருக்கு. நீ போ. சீக்கிரமா போ. டிஸ்பென்சர் அடிச்சிடு. அண்ணா நீங்க கூட வாங்கல. நான் இங்க வெயிட் பண்றேன். நீ போ. ஒரு விஷயம் பேசிக்கிறேன்னா. விஷயம் இல்ல, அப்புறம் சொல்லலாம். ഹലോ മിസ്റ്റർ അപ്പുകുട്ടൻ. ഹലോ. അത് സംസാരിക്കാനും നേരമില്ല, ഞാൻ സ്വല്പം തിരക്കില്ല. അല്ല, ആരാ കൂടെ ഉണ്ടായിരുന്നു? അത് ഈ അമ്മിക്കല്ലിന്റെയും ആട്ടുകലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ. അമ്മിക്കല്ലോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ? അതെ, അവൾക്ക് കുറച്ച് ഗർഭം. അയ്യോ, ഞാനല്ല കാരണക്കാരൻ. അല്ല, കാരണക്കാരാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ചോദിക്കാൻ പോയതുപോലെ തോന്നിയതുകൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അല്ല, മിസ്റ്റർ അപ്പുകുട്ടൻ ഈ മോഡലായിട്ട് ഇവിടെ ചെക്കപ്പ് ഗർഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യിക്കാവുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാരും ചോദ്യം ചെയ്യരുത്, അതെന്റെ അവകാശമാണ്. ബൈ ദ ബൈ, ഡോക്ടർ എന്താ ഇവിടെ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്. പുള്ളി ഒന്ന് കാണാമെന്നാ. അപ്പോഴും ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം. കണ്ണനോ? അണ്ണൻ. അല്ല, കണ്ണാന്നാണല്ലോ വിളിച്ചത്. അതെ, എന്റെ പഴയൊരു ആർട്ടിസ്റ്റാ. ടിക്ടുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക്മിണിയായിട്ട് അഭിനയിച്ചേ. അന്നു മുതൽ കണ്ണാ രുക്മിണി, കണ്ണാ രുക്മിണി. ഒന്നുമില്ല എന്നാണ് വിളിക്കാറ്. ഇച്ചിരി വട്ടാ. ഒരു മരുന്നൊഴിച്ച് മീതി എല്ലാ മരുന്നും കിടച്ചു. അപ്പടിയാ, വെരി ഗുഡ്. யாருண்ணா இது? എന്നോട് ഫ്രണ്ടാ. വണക്കം പറഞ്ഞ വണക്കം. ഞാൻ ഇവരോടെ പൊങ്കൽ. മലയാളത്തിൽ പെങ്ങൽ എന്ന് പറയും, ഈ തമിഴിലെ പെങ്ങളെ പൊങ്കൽ എന്ന് പറയും. അതിന്റെ ഒരു ഉത്സവം തന്നെ ഉണ്ടേ. അതാ അപ്പൊ ധൃതിന്റെ കുറച്ച് ബൈ. സീ യു. വിക്ക് ചിലപ്പോ ഒരു അനുഗ്രഹം പിച്ചക്കാരനല്ലേ അവരുടെ കാണാതിരിക്കായിരുന്നു. ഓഹോ, ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കാണല്ലേ? അല്ല ചേട്ടാ, ചേട്ടന്റെ പേഴ്സ്. അത് വന്ന് പത്മയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന്, അതും അല്ലെങ്കിൽ മേനകയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ ഉറപ്പാ സരിതയുടെ അടുത്തുനിന്ന്. അല്ല ചേട്ടാ, വാസന്തിയുടെ അടുത്തുനിന്ന്. வாசந்தி தெரியாதா? புதுசா கட்ட போற தியேட்டர் வாசந்தி. அல்ல சேட்டா, நம்ம வாசந்தி. ஐயோ, என்ன ഈ பைத்தியக்காரன் என்ன பேசுறது தெரியாது நமக்கு. இந்த ஆளு வந்து வராது. வா வா, சீக்கிரம். அது வந்து நீங்க பெட்டிக்கடா வீடு இந்த இடத்திலும் தண்ட வேண்டாம். நல்ல 5 ஸ்டார் ஹோட்டல் இல்லையா, அதுக்கு முன்னாடி இருந்து தண்டனம். அப்ப 100 ரூபாய் இதை கிட்டும். நீங்க ஒருத்தரும் 100 ரூபாய் தான் கிட்ட தந்தா உங்களுக்கு நான் 1 ரூபாய் வீதம் தரும். கேட்டியா? போ போடு கண்ணா, போ. ഡോക്ടറെ, ഹോസ്പിറ്റൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ മാനേജ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ രാജി, ഇന്ന് തിങ്കളാഴ്ചയാണ്, പേഷ്യൻസ് കൂടുതലുള്ള ദിവസമാണ്. ഒരു നിമിഷം പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസിനോട് വെയിറ്റ് ചെയ്യാൻ പറയണം. ഇത്തിരി നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ച് ചത്തൊന്നും പോത്തില്ലല്ലോ. എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നോണ്ട് ഞാൻ പേഷ്യൻസിനോട് പറയാം, എന്റെ ഭാര്യയ്ക്ക് അരിയും പച്ചക്കറികളും വാങ്ങണം, ഇല്ലെങ്കിൽ അവള് പിണങ്ങോന്ന് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാം. പോരെ? അത് മതി. ഇടിക്കരുതേ, ഞാൻ വരുമെന്ന് നീ കരുതിയത്? പിന്നെ ഒന്നുമില്ല. 1 മണിക്കൂർ പോയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് ഫ്രീ ആൻ പറ്റില്ല. സാധനങ്ങൾ വാങ്ങണമെങ്കിലേ തനിച്ചങ്ങ് പോയാൽ മതി. വേറെ പണിയൊന്നുമില്ലോ. പോട്ടെ. പരിഭവിച്ചും വഴക്കിട്ടുമൊക്കെ നടന്ന് ചികിത്സ മുടക്കി. കണ്ടില്ലേ, ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വാരി വലിച്ച് മധുരം കഴിക്കാറുണ്ടോ? അതുമില്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ? രേണുവിന് എന്ത് ടെൻഷൻ ഉണ്ടാവാനല്ലേ? എന്തായാലും മരുന്നിന്റെ ഡോസേജ് അല്പം കൂട്ടാം. അത് മാത്രം പോരാ, പതിവായി മുടങ്ങാതെയുള്ള എക്സസൈസും മറ്റും വേണം. രേണുവിന്റെ ഹസ്ബൻഡ് ഇപ്പൊ എവിടെ ഉണ്ട്? കടയിൽ അല്ല, ഓഫീസിൽ. താനെന്തോ ഒരുമാതിരി ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട്. ഒന്നുമില്ല. രേണു ഏതായാലും ഇന്ന് വന്ന് നന്നായി. എനിക്ക് എന്റെ അപ്പോയിന്റ്മെന്റ് ഒന്ന് കാണായിരുന്നു. ഒരു വമ്പം കോളാ. എന്റെ ഒരു ഫ്രണ്ടിന് 3-4 ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. അവർക്ക് കുറച്ച് ആഡ് ഫിലിം എടുക്കണം. ഞാനത് എന്റെ ഹസ്ബൻഡിന്റെ ഫേമിനെ കുറിച്ച് അവരോട് പറഞ്ഞത്. ഇന്ന് തന്നെ മിസ്റ്റർ അപ്പുവിനെ കണ്ട് അതൊന്ന് കൺഫേം ചെയ്യണായിരുന്നു. ഏതായാലും ഞാനിപ്പോ ഫ്രീയാ. നമുക്ക് അപ്പുവിന്റെ ഓഫീസിൽ ഒന്ന് പോവാം. വേണ്ട ഡോക്ടർ, ഞാൻ. എന്താടോ, മിസ്റ്റർ അപ്പുവിന് ബിസിനസ് കൂടുതൽ ഇടുന്നതിൽ തനിക്കെന്തോ വിരോധമുള്ള പോലെ? അതുകൊണ്ടൊന്നുമില്ല ഡോക്ടർ. ഏതായാലും ഒരു വമ്പൻ ഗോളും ക്യാൻവാസ് ചെയ്ത് തന്നെയും കൂട്ടി അവിടെ ചെല്ലുമ്പോ അപ്പുവിന് അതൊരു സർപ്രൈസ് ആയിരിക്കും. നമുക്കറിയാലോ. ബുദ്ധിമുട്ടാണെങ്കിൽ വരണമെന്നില്ല. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ വരാം. ശരി, ഇറങ്ങാം. കുറച്ചുകൂടി ചരിഞ്ഞ്, കുറച്ച്
കൈ എടുത്ത് വെക്കേ. മിസ്റ്റർ പ്രേമൻ അകത്തുണ്ട്, വരൂ. കൈ ഒന്ന് വെക്കണ്ട. എടുത്തോ. ഹലോ ഡോക്ടർ. ഹലോ. എന്താണ് ഡോക്ടറെ കൂട്ടി ഈ വഴിക്കൊക്കെ? ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്റെ ഡോക്ടറെ. അല്ലേ രേണു? ആ ജോണേ, നോക്കി നിൽക്കാണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്ക്. ഭാര്യയെ സൂചിപ്പിക്കാൻ ഇത്ര ചില റൊമാൻസ് ഒക്കെ വേണം, അല്ലേ ഡോക്ടറെ? വന്ന കാലിൽ നിൽക്കാന്ന് വാന്ന്, നമുക്ക് ക്യാബിനിലിരിക്കാം. ഓക്കെ. ആ വാ ജോണേ, നീ ഒന്ന് മാനേജ് ചെയ്തേ. അധികം ടച്ചിങ്സ് വേണ്ട. വരാവേ. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം, ലോകത്തുള്ള പെമ്പിളരൊക്കെ ഇവന്റെ ഭാര്യമാരാ. ഡോക്ടർ പറഞ്ഞ പ്രപ്പോസൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ആഡ് ഫിലിം ഞാൻ ഡോക്ടർക്ക് ഓഫർ ചെയ്യുന്നു. ആ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രേണുവിനാ. പുള്ളിക്കാരത്തെയാണല്ലോ നമ്മളെ തമ്മിൽ പരിചയപ്പെടുത്തിയത്. അതെ അതെ, രേണുവുമായുള്ള ഈ പരിചയമാണല്ലോ എല്ലാറ്റിനും കാരണം, അല്ലേ രേണു? അത് ഞാനാണ്. ഡോക്ടർ ചെല്ലുന്നിടത്തൊക്കെ ഡോക്ടറെ നോക്കി ഓരോ കപ്പിൾസിന്റെ ഫോട്ടോസ് ഉണ്ടാവും. ഡോക്ടർ അന്ന് വീട്ടിൽ വന്നപ്പോ നിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇപ്പൊ ഇത് കണ്ട. ഈ സാധനത്തിന് ഓർക്കുന്നില്ലേ, ആശുപത്രിയിൽ വെച്ച് അമ്മിക്കല്ലേ ആട്ടുകല്ലേ പരസ്യത്തിന്റെ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഞാനിങ്ങനെ വെറുതെ വെച്ച് നോക്കിയിരുന്നു. ഇതിന്റെ ലൈറ്റ് അപ്പ് പ്രശ്നമുണ്ടോ, വല്ല കുഴപ്പമുണ്ടോ നോക്കി. നല്ല ഫോട്ടോസ് അല്ലേ രേണു? സൂക്ഷിക്കണം, ആളിത്തിരി ചുറ്റിക്കളെ. ഡോക്ടർ കരുതും പോലെയൊന്നും അല്ല എന്റെ ശ്രീമതി. എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇവൾക്ക് നല്ല ധാരണയുണ്ട്, അല്ലേ രേണു? ആ മിസ്റ്റർ ഞാനൊന്ന് ഇറങ്ങട്ടെ. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. പിന്നെ ശ്രീമതിയോട് നിർത്തണോ അത് ഞാൻ കൊണ്ടുവന്നിട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യണോ? എന്റെ ഡോക്ടർ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ. ഞങ്ങളുടെ കാർ വർക്ക്ഷോപ്പിലാ, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. പോണ വഴിക്കൊരു കാപ്പിയെ കുടിച്ച് പിരിയാം, അല്ലേ രേണു? ഡോക്ടർ മുന്നിൽ തന്നെ പഥ്യം തെറ്റിക്കണോ? ഷുഗർ അധികം കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എന്റെ ഡോക്ടറെ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് തന്നെ പറഞ്ഞു ഞാൻ തോറ്റു. പറയുന്നതിനെതിരെ ചെയ്യൂ. പിന്നെ സ്നേഹമുള്ള ഭാര്യയായി പോയില്ലേ, എന്ത് ചെയ്യാനാ? എന്താ ഒന്നും മിണ്ടാത്തെ? മൗനം വിദ്വാന് ഭൂഷണമെന്നാ, പക്ഷെ അത് വിഡ്ഢിക്കായാലോ? അയ്യോ ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. അപ്പുകുട്ടൻ തൽക്കാലം അങ്ങോട്ട് മാറിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പ്ലീസ്. അപ്പുകുട്ട, അപ്പുകുട്ടൻ എന്താ ഇവിടെ? ഒന്ന് ഷേവ് ചെയ്യാൻ വന്നതാ. ഷേവ് ചെയ്യാനോ? റെസ്റ്റോറന്റ് എന്തിനാണോ വരുന്നത്, ചായ കുടിക്കാനല്ലാതെ. അല്ല വൈഫ് എവിടെ പോയി? വൈഫോ? വൈഫ് ബാത്റൂമിൽ പോയി. ഏത് വൈഫ്? ഒരു മിനിറ്റ്, അതെ ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞു നോക്കി. പക്ഷെ സംഭവം എന്താ വെച്ചാല് ഇപ്പൊ വരാമേ. ഇയാളെ പൊട്ടം കളിക്കുന്ന ഇവിടെ ഏതാണോ തന്റെ വൈഫ്? അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഏത് പിന്നെ ഒന്നും പറയണ്ട. തന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കാന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഏതാണോ ഇപ്പൊ കൂടെയുള്ള വൈഫ്? അത് എന്താന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പറഞ്ഞ ഇയാളെന്താ ബട്ടൺ സെറ്റ് കുടിക്കാൻ കൊല്ലാൻ പോവാണ്? അല്ല അപ്പുകുട്ട, ഞാൻ പറയുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റാ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അത് അപ്പുകുട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു നോക്ക്. ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താവ് പ്രസവത്തിനാണെങ്കിലും കുറച്ചു നാളിങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥ, അത് അപ്പുകുട്ടൻ അറിയോ? അറിയില്ല. ആ അവസ്ഥക്ക് പരിഹാരമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏതാ ഈ അഡ്ജസ്റ്റ്മെന്റ്? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മുഖം അപ്പുകുട്ടൻ കണ്ട എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോവും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. ആ സ്ഥിതിക്ക് താനിപ്പോ ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കാനും പോണില്ല. ചായ ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അഡ്ജസ്റ്റ്മെന്റിനെ കൊണ്ട് അങ്ങോട്ടൊന്നും വന്നേക്കരുത്. ഇത് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടാ മതി. ഞങ്ങൾ കുറച്ച് അന്തസ്സുള്ളവർ താമസിക്കുന്ന സ്ഥലം അത്. രേണു അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ നിന്നെ ആ പഠിക്കാത്ത കയറാൻ സമ്മതിക്കില്ല. നാണമില്ലല്ലോടോ തനിക്ക്? വീട്ടിൽ തന്നെ ദൈവം പോലെ കരുതുന്ന ഒരു ഭാര്യ ഉള്ളപ്പോ. ചേറ്റ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്യാം. എന്റെ മാത്രമല്ല. അല്ല അത് ഓർമ്മയില്ലേ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ് തറവാട് വീതം വെക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാ. പണോന്ന് പറഞ്ഞ ഈ മനുഷ്യ കിടന്ന് ചാവും. ഈ കാർന്നമാര് ജീവിച്ചിരിക്കുമ്പോ തറവാട് വീതം വെക്കുന്ന കഷ്ടമല്ലേ, അല്ലേ ഡോക്ടർ? അതൊക്കെ ഭയങ്കര ഒരു കഷ്ടമില്ലെന്നേ. കാർന്നമാര് ചാവാൻ പോണല്ലേ, മക്കൾക്ക് മരുമക്കൾക്കോ സ്വത്ത്.
വല്ലാത്ത കാലം ഇത്. ഒരൊറ്റ മനുഷ്യനെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റൂല. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, അതാ ലോകം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ സംഭവിച്ചെന്ന് ചോദിക്കേ. സംഭവിച്ചതൊന്നും പറയാതിരിക്കുക ഭേദം. നമ്മൾ വിചാരിച്ച പോലെ നല്ല രേണു അപ്പുറത്താ തെണ്ടി. ഗർഭിണിയായ ഭാര്യയുടെ മുമ്പിൽ ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു അവൻ വലിയ മാന്യനായിരിക്കുന്നു. അതൊക്കെ വെറും പ്രകടനമായിരുന്നു. അവൻ ഒരു ചെറ്റയാ. ഇന്നുണ്ടല്ലോ അവൻ ഏതോ ഒരുത്തിയായിട്ട് ഹോട്ടലില് എന്നെ കണ്ടതും അവൻ അവളെ എവിടെയോ ഒളിപ്പിച്ചിട്ട് എന്നെ ഒരു സോപ്പിടല്. എന്തായാലും ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നേക്കരുതെന്ന്. ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അത് ഞാൻ പറഞ്ഞു. അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഈ കാറ് കൊണ്ടിടാനും കൊണ്ടുപോകാനുള്ള വരവുണ്ടല്ലോ, എനിക്കത് അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പിന്നെ നീ അവന്റെ അടുത്ത് വലിയ കിന്നാരത്തിനൊന്നും പോണ്ട. അതും എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. നിനക്കെന്ത് പറ്റി? എന്തിനാ കരയുന്നേ? എനിക്കറിയാം നീ എന്തിനാ കരയുന്നതെന്ന്. ഒരുത്തൻ അങ്ങനെയാണെന്ന് കരുതി ലോകത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇങ്ങോട്ട് നോക്ക്. നിന്റെ അപ്പൂട്ടന് ഒരിക്കലും അവനെ പോലെ ആവാൻ പറ്റില്ല. വാതിലുകൾ അടച്ചോട്ടെ, തൂവൽ തുറന്നിട്ട വാതിലുകളൊന്നും ഇവിടെ ഇല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇത്തരം വൃത്തികെട്ട പാട്ടും പാടി ഇതിനകത്ത് കയറി പോരുത്. അപ്പുക്കുട്ടൻ പോയില്ലേ? ഇല്ല, പോയില്ല. പോയെന്ന് വിചാരിച്ചായിരിക്കും ഇതിനകത്തോട്ട് എഴുന്നള്ളിയതല്ലേ. ഇനിമേ താൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ കട തുറക്കാൻ താമസിക്കില്ലേ? സാരമില്ല, തനിക്ക് വേണ്ടി ഒരാഴ്ച കട അടച്ചിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക. അതെന്തിനാ? തനിക്ക് കാറിടാനും താമസിക്കാനും സൗകര്യമുള്ള ഒരു വാടക വീട് അന്വേഷിക്കാം. കാറിടാനും മറ്റു പല സൗകര്യങ്ങളുള്ള സ്വന്തം പോലൊരു വീടുള്ളപ്പോ പിന്നെന്തിനാ എനിക്ക് മറ്റൊരു വീട്? അങ്ങനെ സ്വന്തം പോലൊരു വീട് ഇനി ഇവിടെ ഇല്ല. അത്തരം സൗകര്യങ്ങളൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട. എന്താ പോട്ടാ? ഒന്നുമില്ല, ചില തീരുമാനങ്ങൾ ഇയാൾ അറിയിക്കുകയായിരുന്നു. എന്താ രേണു ഇത്? ഇന്നലെ ഒരു അപ്പക്കുട്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നെന്ത് പറ്റി? പറ്റിയത് ഇന്നല്ലല്ലോ, ഇന്നലെ. ഇനി പുതിയ കുഴപ്പങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 3 കാര്യങ്ങളെ എനിക്കിപ്പോ തന്നോട് പറയാനുള്ളൂ. 1, തന്റെ കാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുടിയിറക്കണം. 2, തന്റെ താമസം ഇവിടുന്ന് മാറ്റണം. 3, ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഇതൊന്നും എത്രയും വേഗത്തിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. എത്രയും വേഗം നടന്നേ പറ്റൂ. എന്റെ കാർ ഇവിടെ തന്നെ ഇടും, ഞാൻ അവിടെ തന്നെ താമസിക്കും. ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ വരും. അതെന്റെ അവകാശമാണ്, എന്നെ വേദനിപ്പിക്കരുത് പ്ലീസ്. ഇയാൾ കൂടുതൽ പ്രസംഗിക്കണ്ട, ഇറങ്ങി പോടോ. ഇണങ്ങും തോറും പിണങ്ങും, പിണങ്ങും തോറും ഇണങ്ങും. കൈയെടുക്കണോ? എടുത്തല്ലോ. ഈ വക കാര്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോ നമ്മുടെ അപ്പക്കുട്ടൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ രേണു? അങ്ങനെ രേണു വഴി നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഇവനെന്താ വേദാളോ ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ? വേദാളാണെങ്കിലും ഇടയ്ക്ക് പിടിവിടുമല്ലോ. ആണോ? ഇയാളെന്താ തുരുമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്ന? ഇങ്ങോട്ട് ഇറങ്ങിട്ടാ 100 കിലോ കട്ടി പിടിച്ച് വെക്കണോ? 100 കിലോന്റെ കട്ടി കാണില്ല മുതലാളി. ഓഹോ, കട്ടിന്ന് കട്ടി വിറ്റ 100 കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളി ആയേനെ. ആ, നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചു മാറ്റി വിറ്റ് മുതലാളിയാവും. സാരമില്ല മുതലാളി, 100 കിലോന്റെ കട്ടിക്ക് വരല്ല ഞാൻ കയറിയിരിക്കണത്. ഓ, 100 ഗ്രാം അല്ല 100 കിലോയാ വേണ്ടത്. എന്നാ മുതലാളി കൂടി കയറിയിരി. അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റണ്ട. ഇങ്ങോട്ട് എടുത്ത് വെക്കണോ? എടുത്ത് വെക്കണോ? 100 ഗ്രാമും ഇല്ലേ നീ? ഹലോ, ഒറ്റയ്ക്കുള്ളോ? കണ്ടാലറിഞ്ഞൂടെ ഒറ്റയ്ക്കാണെന്ന്? നൈസ് ജോബ്. രേണുവിനെ പോലെയുള്ള സുന്ദരികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നൂടാ. ഷോപ്പിങ്ങിന് പോവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വരുമായിരുന്നല്ലോ. ഇപ്പോ ഒറ്റക്കാണെന്നുള്ളത് തോന്നല് വേണ്ട. എനിക്കങ്ങനെ ആരുടെ സഹായം ആവശ്യമില്ല. വേണമെങ്കിൽ എന്റെ അപ്പോട്ടനുണ്ട്. കളഞ്ഞു, എന്റെ സകല മൂടും കളഞ്ഞു. മനോഹരമായ ഒരു ഈവനിങ്, ഒപ്പം സുന്ദരിയായ ഒരു യുവതിയും സുന്ദരനായ ഒരു യുവാവും. ഈ സമയത്ത് ആരെങ്കിലും ആ സാധനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി രേണു? പ്രേമൻ, നിങ്ങൾ അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ അടുത്ത് കൂടിയിട്ടും രേണുവിന് അല്പമായിട്ട് തോന്നിട്ടുള്ളൂ.
ശരി, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഡോസേജ് ഇത്തിരി കൂട്ടാം. അപ്പൊ ഫീലിങ്സ് കൂടും അല്ലേ? അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ഷേർഷായ്ക്ക് ചേർന്നതല്ല. ഇന്നേതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചപ്പോ എന്താ ഞാൻ പിടിച്ച് തിന്നോ? വാന്ന് ഞാൻ ഡ്രോപ്പ്. ഒന്ന് കൂടെ പോരോന്നാ? ഞാനാ ഷേർഷാ. എനിക്കടിച്ച പറ്റും, പക്ഷെ എനിക്ക് എന്റെ സ്നേഹിതന്റെ ഭാര്യ നീ. നിനക്കറിയോ ഈ നിൽക്കുന്നതിന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. കാണിക്കുന്നതാ. ഓഹോ, ഇനി ഏരിയ കണ്ടുപോരുത്. പട്ടാപ്പാല് റോഡിലൂടെ സ്വന്തം പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ അമ്മമാരെന്ത് ചെയ്യും? റോഡിൽ മുഴുവൻ പോവാലോ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പൊ കുട്ടാ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലേ രേണു? രേണു എണീറ്റേ. ഈ അടപ്രഥമനാണോ പാൽപ്പായസത്തിനാണോ ടേസ്റ്റ്? എനിക്കറിയാം നിനക്കിഷ്ടം പാൽപ്പായസ. സാരമില്ല, അടപ്രഥമനും പാൽപ്പായസവും രണ്ടുമായി കളയാം. എന്താ പോട്ടാ പാതിരയ്ക്ക് പായസത്തിന്റെ കാര്യം പറയുന്നത്? ആ, പായസം മാത്രം പോരാ, ഉപ്പേരി, അവിയല്, പപ്പടം, പഴം ഒക്കെ ആയിക്കോട്ടെ, ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട. എന്തിനാന്നറിയോ? നാളെ നമ്മുടെ ആ പ്രേമനെ വിളിച്ച് ഉഗ്രനൊരു സദ്യ കൊടുക്കണം. പ്രേമനെ വിളിച്ചോ? ആ, എന്തിന്? നമ്മുടെ അഭിമാനം രക്ഷിച്ചതിന്. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ആ സമയം പ്രേമനോട് വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാനെ? അവനെ സമ്മതിക്കണം. സ്വന്തം ജീവൻ പോലും മറന്നില്ലേ അവൻ നിന്നെ രക്ഷിച്ചത്. അതിനുള്ള നന്ദി നമ്മൾ തിരിച്ചു കാണിക്കണ്ടേ? അതിനാണ് ഈ സദ്യയെങ്കിലും. അതൊന്നും വേണ്ട. അപ്പോഴേട്ടൻ ആളുകളെ മനസ്സിലാകാഞ്ഞിട്ടാ. അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ആ പ്രേമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എനിക്കങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. എനിക്കും തീരെ ഇല്ലായിരുന്നു. രേണു, നമ്മൾ നല്ലവരാന്ന് വിചാരിക്കുന്നവര് പലരും നല്ലവരല്ല. നമ്മൾ ചീത്തയാന്ന് വിചാരിക്കുന്ന പലരും നല്ലവരാ. പ്രേമൻ നല്ലവനാ. അവന് നാളെ നല്ലൊരു സദ്യ കൊടുത്തിട്ടേ ഞാനിനി ഉറങ്ങൂ. കഴിക്ക്, നല്ലവണ്ണം കുഴച്ചടിക്കുന്നു. കുഴക്കണോ? ഈ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് അവിയലൊക്കെ എടുത്ത് കഴിക്ക്. അവിയലോ? ഏതാ അവിയല്? മനസ്സിലായില്ലേ? ഇതാണല്ലേ. ഇപ്പോഴാ എനിക്ക് മനസമാധാനമായത്, അല്ലേ രേണു? എനിക്കല്ലോട്ട് ഇരിക്ക്, പായസമുണ്ട്, ഇവളുടെ സ്പെഷ്യലാ, ഒഴിച്ചു കൊടുക്ക. എന്റെ വയറ് നിറഞ്ഞു. എന്നാലും രേണുവിന്റെ സ്പെഷ്യൽ പായസം കഴിച്ചിട്ടേ ഞാനിവിടെ പോകും. അതെ അതെ, നോക്കിക്കാതെ ഒഴിച്ചു കൊടു. ഞാൻ എണീക്കട്ടെ, മുഴുവൻ കഴിച്ചിട്ട് പതുക്കെ എണീറ്റാ മതി. പായസം കൊടുത്തില്ലേ? നീ എന്താ മൂട വിട്ടായിട്ട് പായസം ഒഴിച്ചു കൊടുക്കുക. മധുരം എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല. ഒഴിച്ചോളൂ. നമുക്കിടയിൽ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. അയാളെ ഞാനിപ്പോ എന്റെ പോക്കറ്റിലാക്കി. നല്ല സ്വാദ്. പായസം ഉണ്ടാക്കാൻ ഇവളെ എക്സ്പെർട്ടാ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? കുറച്ച് അച്ചാറൂടെ എടുത്ത് കഴിക്കുക. പായസം ഇനിയും പോവും. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഓവറായി. ആ അപ്പുകുട്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽക്കാരനായി കഴിയുന്ന നല്ലവനായ അപ്പുക്കുട്ടനോട്. എന്താ പ്രേമ ഇത്? ഇങ്ങനെ വളച്ചു കിട്ടാത്ത കാര്യം എന്താന്ന് പറയാം. ഞാനെല്ലാം പറയാം. അന്ന് ചിങ്ങ് 1-ാം തീയതി അതെ അപ്പുകുട്ട, ചിങ്ങമാസം 1-ാം തീയതി ഇല്ലേ, ആ പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്നോടെ മനസ്സിന് സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുക.
ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. പിന്നെ ഈ വർഷം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 1-ാം തീയതി ഐശ്വര്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നത് ഇവിടെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ പ്രസാദ. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി. ഇവിടെ നിന്നും കുറച്ച് മാറി കാർ പോർച്ചുള്ള ഒരു കൊച്ചു വീട് അങ്ങോട്ട് താമസം മാറ്റിയ അപ്പുക്കുട്ടൻ ഇപ്പോഴും എന്നോടുള്ള ഈ സ്നേഹം എന്നും നിലനിൽക്കും. പ്രേമം പറഞ്ഞു വരുന്നത് വളരെ ശരിയാ. ഇവിടുന്ന് മാറി താമസിക്കായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. എന്ത് തോന്നിയാസം നീ പറയുന്ന? അവൻ എവിടെ മാറി താമസിക്കണമെന്ന് മിണ്ടി പോരുത്. പ്രേമാന്ന് കാര്യാക്കണ്ട. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം മുഴുവൻ എങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോളാം. നീ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. നിന്റെ കാറും ഇനിമേൽ ഇവിടെ തന്നെ ഇടും. പ്രേമ, ഇനി മുതൽ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. நல்லா இருக்கா? ഇതും കൂടി എടുത്ത വല്ലതും കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ഇതിന് എത്രയാ? 2500 രൂപ. ഇത് കൊടുത്ത് നീയും കൂടെ വന്ന ഇതിൽ കൂടുതൽ വരാം. എന്ത്? என்னன்னா? അല്ല, ഈ സാരി എന്റെ രുക്കു എടുത്ത നല്ല ആർക്കൊന്നും ചൊല്ലിതാ. அப்படின்னா ഇത് വാങ്ങണോ രുക്കു? ഇത് വില ரொம்ப ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. ருக்கு அந்த ஆளு. ஆமாண்ணா, பார்த்தா அவர் மாதிரியே இருக்கு. ஆனா அவர் இப்படி இந்த வேஷத்துல போய் பார்த்துட்டு வரலாமா? இப்ப வரா. வாங்க. അപകടമാണ്. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. അമേരിക്ക? ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി. ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പൂർ കൺട്രിമാൻ. ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല. എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. ஆமாண்ணா. ரேதா. യെസ് ദ സെയിം ബക്കർ. കാതലൻ? നോ, തലാൻ. ഇത്രയും പെട്ടെന്നൊരു ചേഞ്ച്? അല്ലറ ചില്ലറ മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ, ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? യെസ് ഡാർലിംഗ്. രുക്കു, ശാന്ത. அவளேதான். ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ ബില്ല്? വെരി ചീപ്പ്, ഓൺലി 4000 റുപ്പീസ്. അട്ടെ, ഏത് കാർഡാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. അയ്യാ, ആന്റി, സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. ஆனிட்டானோ? അങ്കിളോ? ഞാൻ അങ്കിളൊന്നുമല്ല. എന്നെ റുക്ക് ഇതെല്ലാം. ஓடி. நீங்க வாங்கண்ணா. ഏതായാലും ഇന്നെന്റെ യാത്ര ഇതിലായതുകൊണ്ട് രേണുവിന് ഓട്ടോ കാശ് ലാഭമല്ലേ? അപ്പൂനെ കാണുമ്പോ ഞാൻ പറയാം, ഭാര്യയുടെ ആവശ്യത്തിന് ഒരു ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്യാൻ. സ്വന്തം ആവശ്യത്തിന് വണ്ടി എടുക്കാനുള്ള ഡ്രൈവിംഗ് ഒക്കെ എനിക്കറിയാം. ആ, രേണു വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് നല്ലതാണെങ്കിലും ഓടിക്കാതിരിക്കുന്ന പാവം ജനങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതാം അല്ലേ? വീട്ടിലൊന്ന് കയറിയിട്ട് പോണ്ടോ? അയ്യോ, അല്പം തിരക്കുള്ള ഒരു ഡോക്ടറാണേ. നൂല. ഓട്ടെ. ബൈ. എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. പാമ്പ്. ഹലോ, എന്താ ഇത്? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? എന്തോന്ന്? അല്ല, ഈ കുറെ നേരമായി ഈ കഥകളി തുടങ്ങിയിട്ടേ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും. അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ വെച്ചോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ. അയ്യോ, ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിനെ. ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അധോലോക സംഘത്തെ ഒതുക്കാൻ ബോംബെ വരെ പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഇവിടെ കള്ളുടിയന്മാരെ ശല്യം കൂടുതലാണെന്ന്. അതെ, കള്ളുകൂടിയന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ ഞാനെങ്ങനെ കള്ളുകൂടിയലായത് സാർ അറിയണം. ആയതല്ല, ആക്കിയതാണ്. ആക്കിയവരോട് ആക്കരുതേ ആക്കരുതേ എന്ന് പറയായിരുന്നില്ലേ? പറയാൻ കഴിഞ്ഞില്ല. 10 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു. ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം 10 പേരെങ്ങനെ ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർക്കിപ്പോ ഉറക്കമില്ല. അതിന് കാരണക്കാരൻ കമ്മീഷണറായ പെട്ടിക്കട
തമാശക്ക് പെട്ടിക്കടകളും പൊക്കിക്കളികളും നിന്റെ ഒരു തമാശയാണല്ലോ. എന്റെ കൈവില്ലാത്തവളെ അയ്യോ കള്ളൂടിയെ ചാരായം നിർത്തലാക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് നിർത്തലാക്കല്ലേ ഈ വിടക്കൊക്കെ എവിടുന്ന് കിട്ടിയിപ്പിക്കാൻ വിട്ടോ കേട്ടത്. ഒന്ന് മാറിക്കേ. എവിടെ പോനാ? പാലാരിയോട്ടോ, കലൂരോ, വൈറ്റില്ലേ? പിന്നെ ഏത് കോത്താഴത്തോ? കോത്താഴത്തോ, നോർത്തോ സൗത്തോ? 50 പൈസ. അവിടെ ടിക്കറ്റ്സ്. മേത്തൊന്നും വീണില്ലല്ലോ. ഞാനല്ല, എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. എവിടെ നോക്കിട്ടാണ് സ്വന്തം ജീവിതത്തിൽ രാജകുമാരനെ ഭർത്താവായി ആഗ്രഹിച്ച രാജകുമാരി, പക്ഷെ വിധിച്ചതോ പരിഷ്കാരമില്ലാത്ത അംഗരക്ഷകനെ. ആ അകൽച്ച മനസ്സിലാക്കി വേണമായിരുന്നു നീ ഓരോന്ന് ചെയ്യാൻ. രേണു, നീ നിന്റെ അപ്പോട്ടിനെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമെന്നാ. നാൻസി, ഇനിയിപ്പോ ഞാൻ എന്തിനുണ്ടടി ഒരു സൊല്യൂഷൻ? അല്ല, അതിന് നീ എന്താ അത്ര വലിയ തെറ്റാണ് ചെയ്തത്? സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളത്തരം നീ മറ്റൊരാളെ കൊണ്ട് പറയിച്ചു. ഞാൻ പറയിച്ചതല്ല, എന്റെ സംസാരം അവിടെ കൊണ്ട് എത്തിച്ചതാ. പാവം എന്റെ അപ്പോട്ടിനെ ഞാൻ ചതിക്കല്ലേ. ഒന്ന് പോടി. ഇതിലും വലിയ കുരുത്തക്കടികൾ ഒപ്പിച്ചിട്ട് ഞാൻ എന്റെ പൈലറ്റിന് മുമ്പിൽ സ്റ്റൈലായി മാനേജ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ദാമ്പത്യത്തിന്റെയും നിലനിൽപ്പിന് ഒരല്പം നുണയും കള്ളത്തരവും ഒക്കെ കൂടിയേ തീരൂ. നിനക്കത് പറയാൻ കഴിയും, പക്ഷെ ഞാൻ... എന്റെ മോളെ, ഒന്നുകിൽ നീ നിന്റെ അപ്പോട്ടനോട് ഉണ്ടായ സംഭവം തുറന്നു പറയുക, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മട്ട് കാണിക്കുക. പോയി രേണു, എവിടെ പോയത് ഇവിടെ? ഓഹോ, ഹലോ, സമയം ഇപ്പൊ എത്രയായി? ഈ പാതിരാത്രിക്ക് നീ എന്തിനാ എവിടെ വന്നിരിക്കുന്ന? എന്താ രേണു, നിനക്ക് എന്ത് പറ്റി? എന്റെ കൂടെ പഠിച്ച ഒരു ഗീതയെ കുറിച്ച് ഞാൻ അപ്പോട്ടിനോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് ഗീത? ഭഗവത്ഗീതയാണ്. ഗീതയെക്കുറിച്ചോ ആശയെക്കുറിച്ചോ ഷീലയെക്കുറിച്ചോ ആരൊക്കെയെ കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പാതിരാത്രിയിൽ ഗീതയ്ക്ക് ഇവിടെ എന്താ കാര്യം? കാര്യമുണ്ട്. ഇന്ന് ഗീതയുടെ ഫോൺ ഉണ്ടായിരുന്നു. വല്ലാത്ത പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ആർക്ക്? നിനക്കോ അതോ ഗീതയ്ക്കോ? അതെ, ഗീതയ്ക്ക്. എന്ത് പറ്റി? അവളുടെ ഭർത്താവ് വേറെ വല്ല പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയാ? അല്ല, പിന്നെ അവളുടെ ഭർത്താവ് അത്തരക്കാരനല്ല. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് അയാൾ. ഇത്രയും നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിനക്ക് അയാളെ നേരത്തെ? ഇല്ല, ഗീത പറഞ്ഞുള്ള പരിചയം മാത്രം. എന്റെ പൊന്നു രേണു, നിന്റെ കൂട്ടുകാരിയുടെ കഥ മുഴുവൻ ഈ പാതിരാത്രിക്ക് തന്നെ പറഞ്ഞ് എന്നെ എന്തിനെങ്കിലും ബോറടിപ്പിക്കുന്നത്? നീ നാളെ രാവിലെ ഇത് മുഴുവൻ വിസ്തരിച്ച് പറയും, ഞാനത് സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കും. ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നു, വാ പോവാം. പക്ഷെ ഇപ്പൊ തന്നെ ഇത് പറയാതെ എനിക്ക് ഉറക്കം വരില്ല. എന്നാ പറഞ്ഞു തൊലയ്ക്ക്. കഥ എന്തോന്ന്? ചെറുകഥയോ നോവലേറ്റോ? കഥ ചെറുതാണെങ്കിലും പ്രശ്നം വലുതാണ്. ഒരു സ്ത്രീ അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കഥ. പിന്നെന്തിനറിഞ്ഞുകൊണ്ട് അവളത് ചെയ്തു? അറിയാതെ അപ്പോട്ട അവക്ക് തെറ്റുപറ്റിയത്. ഓ, അറിയാതെ ഒന്നും ആയിരിക്കില്ല, മൊത്തം കള്ളികളല്ലേ. പൊങ്ങച്ചക്കാരിയായ ഭാര്യ, അതൊട്ടും ഇഷ്ടമില്ലാത്ത ഭർത്താവ്. സാഹചര്യം കൊണ്ട് പാവം ഗീതയ്ക്ക് മറ്റൊരാളോട് തന്റെ ഭർത്താവിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒരല്പം പൊങ്ങച്ചം പറയേണ്ടി വന്നു. ആ മറ്റൊരാൾ ഭർത്താവില്ലാത്ത സമയത്ത് യാദർച്ഛികമായി അവളുടെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞ അല്ല, ഗീത പറഞ്ഞ പൊങ്ങച്ചങ്ങൾ കള്ളമാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ആ സമയം അവിടേക്ക് വന്ന അയൽക്കാരനോട് ഒന്ന് മാനേജ് ചെയ്തോളം പറഞ്ഞു. എന്നാൽ ഓവർ സ്മാർട്ടായ അയാൾ അവളുടെ ഭർത്താവായി അവിടെ പ്രകടനം നടത്തി.
നിന്റെ ഗീതയോട് ഒരു സെന്റിമെന്റ്സ് എനിക്ക് തോന്നുന്നില്ല. തെമ്മാടുത്തല്ലേ അവൾ കാണിച്ചത്. അവൾ എന്തോന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞത്? അവൾ എന്തിനാ അവന്റെ പ്രകടനം അനുവദിച്ചു കൊടുത്തു? അവള് തന്നെ അനുഭവിക്കണം. ഒരു കുഴപ്പമില്ല. ലൈഫ് എന്ന് പറഞ്ഞത് തമാശ കളിയാ. ശരി അപ്പാട്ടാ, ഗീത അതിനെ അനുവദിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോഴെനിക്ക് തോന്നിയത്. നിനക്കിപ്പോ തോന്നിട്ട് എന്താ കാര്യം? ഗീതയ്ക്ക് പിന്നീട് തോന്നിയ കാര്യ ഞാൻ പറഞ്ഞത്. ആ മതി മതി, കഥ കഴിഞ്ഞ എന്നാ വാ പോയി കിടന്ന് ഉറങ്ങാം. അല്പം കൂടി ബാക്കിയുണ്ട്. ഓ നീ നിന്റെ ഒരു ഗീതയും പറ. എന്നിട്ട് അന്ന് ഭർത്താവായി പ്രകടനം നടത്തിയ ആൾ ഇപ്പൊ അവളുടെ ജീവിതത്തിൽ ഒരു വില്ലനായി കടന്നു വന്നിരിക്കുകയാണ്. പാവം ഭർത്താവിന് ഇപ്പോഴും ഇതൊന്നും അറിയില്ല. മണ്ടൻ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഗീത എന്ത് ചെയ്യണം അപ്പോട്ടാ? ഇനിയിപ്പോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നല്ല പൊട്ടാസ്യം സൈനയുടെ ഗുളിക കിട്ടും, ചെറുത്. അത് വാങ്ങിച്ച് തിന്ന് ചാവുക. അതേ ഉള്ളൂ ഒരു മാർഗം. അതെ അപ്പോട്ടാ, അതും അവൾ ആലോചിക്കാതെയല്ല. പക്ഷെ എന്തറിയണു ഇത്? പണ്ടെങ്ങോ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ കഥ കേട്ട് നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ഇനി ആ ഗീതയുടെ ഫോൺ അങ്ങനെ വന്നാൽ നീ അറ്റൻഡ് ചെയ്യണ്ട. തെറ്റ് മുഴുവൻ അവളുടെ ഭാഗത്താ. അവൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. നീ ഇനി അക്കാര്യത്തിൽ ഇടപെടണ്ട. അവളുടെ ഭർത്താവ് ഒരു പാവമായിരിക്കും. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ആ നിമിഷം ഞാൻ ഡൈവേഴ്സ് ചെയ്തേനെ. എന്നിട്ട് അവളെ കുത്തി കൊന്നേനെ. വാ വന്നിട്ട് തുടങ്ങ്. പ്രേമൻ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയും സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ്. എന്റെ പ്രവൃത്തിയിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അറിയാം. സുന്ദരനായ ഡോക്ടർ അയാളുടെ ആരാധികയെ കാറിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും തുടർന്നുള്ള റൊമാൻസും ഒക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മതി, നിർത്ത്. കൊള്ളേണ്ട അടുത്ത് കൊണ്ടപ്പോ കോപം വരുന്നുണ്ടല്ലേ. കൊള്ളാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഒന്നും ചെയ്യാത്തൊരു കൊച്ചു തമ്പുരാട്ടി. അത്യാവശ്യം വന്നപ്പോ സ്വന്തം ഭർത്താവിന് മറന്ന് എന്നെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചവളല്ലേടി നീ. ഇനി ആരെ കൊണ്ടൊക്കെ മാനേജ് ചെയ്യിപ്പിക്കണ്ടെന്ന് ആർക്കറിയാം. അയ്യേ, ഒച്ച വെച്ച ആളെ കൊട്ടല്ലേ. ആരെങ്കിലും അറിഞ്ഞ മോശമല്ലേ. ഇപ്പൊ ഞാൻ വന്നതേ ഒരവകാശം ചോദിക്കാനാ. കഴുത്തി താലി കെട്ടിയില്ലെങ്കിലും ഒരർത്ഥത്തിൽ ഞാനും നിന്റെ ഭർത്താവാണല്ലോ. ഒന്നുമില്ലെങ്കിലും കുറച്ചു നാളത്തെ ദൈർഘ്യമുള്ള ദാമ്പത്യമല്ലേ നമ്മുടേത്. ദാമ്പത്യത്തിന്റെ പൂർണ്ണ അർത്ഥം വന്നെത്തുന്നത് അതിന്റെ ബന്ധവും കൂടി പൂർത്തിയാകുമ്പോഴാണല്ലോ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അല്ല, ചക്കരക്കുടത്ത് കൈയിട്ട് നിൽക്കാൻ ഡോക്ടർക്ക് മാത്രമല്ല ഇഷ്ടം, ഈ പുതിയ ഭർത്താവിനുണ്ടേ. എന്താ ഇത്? ഇതൊക്കെ തന്റെ ഉള്ള ആമ്പിള്ളേര് കണ്ടു പഴകിയ സ്റ്റൈലാടി. മോളുടെ കയ്യിൽ പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ ബോഡി ടച്ചും കുറച്ച് നിന്റെ തനി സ്വഭാവം നിനക്കറിഞ്ഞൂടാ. നിന്റെ സ്റ്റുഡിയോയും കോപ്പൊക്കെ കൂടെ ഞാൻ വാരിട്ട് കത്തിക്കും പുല്ലേ. എന്താ പൂട്ടാ? എന്താന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കടാ. കടപ്രഥമനും പാൽപായസവും സദ്യയൊക്കെ വെച്ച് തന്ന് സ്വന്തം സഹോദരനെ പോലെ നിന്നെ സൽക്കരിച്ച എന്റെ പാവൻ അതാണോ കാര്യം? അപ്പുകുട്ട, മട്ടും പാവവും ഒക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ച് തന്റെ ഭാര്യ ഒരു പാവമായിരിക്കുന്നു. പക്ഷേ കാണാൻ കൊള്ളാവുന്നവരുടെ കൂടെ കാറി കയറി പോകുന്ന തന്റെ ഭാര്യ പാവമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾ വിശ്വസിക്കുവോ? എന്താ പേര്? കൊച്ചിരാമൻ. കൊച്ചിരാമട്ടം വിശ്വസിക്കുവോ? ഇല്ല. ഒരു ദിവസം ഡോക്ടറോടെ പോകുന്നു, വേറെ ദിവസം വേറെ ആളുടെ കൂടെ പോകുന്നു. പിന്നെ ഇതിനെയൊക്കെ മറുപടിക്കാൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ സ്വന്തം ഭാര്യയുടെ നെറ്റിൽ നല്ലവളാണെന്നുള്ള ലേബൽ എഴുതി ഒട്ടിച്ചോണ്ട് മാത്രം അവൾ നല്ലവളാവില്ലടോ. അവൾ എവിടെ പോകുന്നു, ആരുടെ പോകുന്നു, എന്തിന് പോകുന്നു, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഭർത്താവ്. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. തനിക്ക് കാണണോ തന്റെ ഭാര്യയുടെ തനിനിറം? ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പറയണോ തന്റെ ഭാര്യ നല്ലവളാണോ ചീത്തയാണോന്ന്? താൻ പറയണ സ്ഥലത്ത് തന്റെ ഭാര്യ ഞാൻ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരൂടോ. എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയോടാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അറിവ് പറഞ്ഞു തരാനുള്ള ബുദ്ധിയോ വിവരമോ എനിക്കില്ല. എന്നാലും പറയുകയാണ്, മുതലാളി ഇതേക്കുറിച്ചൊന്നും ഭാര്യയോട് ചോദിക്കരുത്.
സ്വന്തം ഭാര്യയെ ഭർത്താവ് സംശയിക്കുന്നു എന്ന് തോന്നിയാലുള്ള അവസ്ഥ ഏത് സ്ത്രീക്കാ സഹിക്കാനാവുക? ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. പ്രേമൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാ ഇവിടെ നിന്ന് സംസാരിക്കാം. അപരിചിതർക്കുള്ളതാണ് ഈ സിറ്റ് ഔട്ട്. എന്ന് തുടങ്ങി ഈ പരിചയക്കുറവ്? സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിക്കേണ്ടതല്ലോ നമ്മൾ തമ്മിലുള്ള വിഷയം. മതിൽക്കെട്ടിന് പുറത്തു പോയാ നാളെ ചുമരെടുത്തുറപ്പാ. എന്താ നാവറങ്ങിപ്പോയോ? പുറത്തിറങ്ങി സംസാരിക്കണോ? ആവാം. പക്ഷേ എനിക്കിത്തിരി വോളിയം കൂടുതലാ. വേണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം പറഞ്ഞവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാ. അതിനു മുമ്പ് ഒരു പ്രത്യുപകാരം ചെയ്യണം. ഒരിക്കൽ രേണു എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് മാനേജ് ചെയ്യാൻ. തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ഞാൻ രേണുവിന്റെ ഭർത്താവായി. ബട്ട് നൗ തിരിച്ച് എനിക്ക് വേണ്ടിയും ഒന്ന് മാനേജ് ചെയ്യണം. എന്റെ ഭാര്യയാകണം. ഞെട്ടണ്ട. നൗ ഫോർ മൈ ലൈഫ്. ഒറ്റ ദിവസത്തേക്ക് മാത്രം. ജസ്റ്റ് വൺ ഡേ. അതും രാത്രിയല്ല, പകൽ. തെറ്റായ വഴിക്കുമല്ല, സ്വല്പം വ്യാപാരം. എന്റെ ഒരു വലിയ കസ്റ്റമർ മിസ്റ്റർ മോത്തിലാൽ നാളെ എന്റെ ഔട്ട് ഹൗസിൽ വരും. അയാൾക്ക് മുഖം കൊടുത്ത് ഒന്ന് സൽക്കരിക്കണം. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് മദ്യവും ഭക്ഷണമൊക്കെ എന്റെ ഭാര്യയെ പോലെ നിന്ന് ഒന്ന് വിളമ്പി കൊടുക്കണം. ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഞാനിവിടെ തിരിച്ചുടന്നാക്കാം. അതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിക്കും. പറയുന്നതിന് ഒരു അതിര് വേണം. എന്റെ കാലിൽ ചെരുപ്പുണ്ട്. ചെരുപ്പുകൊണ്ട് മുഖത്തടിക്കാനല്ലേ കഴിയൂ? അപ്പുക്കുട്ടനും നീയും തമ്മിലുള്ള ബന്ധം ദാ ഇതോടെ കഴിയും. അത് കീറി. എനിക്ക് വയ്യ. അതിബുദ്ധി പെണ്ണുങ്ങൾക്ക് ചില കാര്യങ്ങൾക്കുള്ളൂ. ഈ ഫോട്ടോ പോയാൽ ഇതിന്റെ നെഗറ്റീവ്സ് എന്റെ കയ്യിലുണ്ടെന്ന കാര്യം പാവം രേണു മറന്നു. എന്റെ ജീവിതം നശിപ്പിക്കരുത്. ആരുടെയും ജീവിതം നശിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല. അതുപോലെ ആരും വഞ്ചിക്കപ്പെടുന്നതും എനിക്കിഷ്ടമല്ല. ഇന്ന് ചിങ്ങം അവസാനിക്കുകയാണ്. നാളെ പുതിയ മാസം. ഞാൻ ആവശ്യപ്പെട്ട ഈ ചെറിയൊരു നാടകം കൂടി കളിച്ചു തീർന്നാൽ അപ്പ തന്നെ തിരശ്ശീലയിടും എന്നേക്കുമായി. പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. രേണു ഭയപ്പെടുന്ന നൈറ്റീസ് കയ്യോടെ തിരിച്ചു തരും. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. ഓക്കെ? മോത്തിലാല് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. ചെല്ല്.
വാക്ക് കൊടുത്ത തെറ്റിക്കുന്നവനല്ല പ്രേമൻ. മോത്തിലാൽ നിന്നെ എന്റെ ഭാര്യയായിട്ട് മാത്രമേ കാണൂ. മടിക്കണ്ട, ചെല്ല്. ഞാൻ പിന്നാലെ ഉണ്ടാവും. ചെല്ലുന്ന്. ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ച് കൂടെ കൊണ്ടു. അപ്പുക്കുട്ടന്റെ സ്ഥാനത്ത് ഇപ്പൊ ശരിക്കും മോത്തിലാലായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ഒറ്റൊരുത്തരും ഇതിനെല്ലാം കാരണക്കാരൻ. സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവളെ രേണു. പക്ഷേ അവൾ ആഗ്രഹിച്ചു അവളുടെ ഭർത്താവ് അവൾ ഇഷ്ടപ്പെടുന്ന വേഷത്തിൽ നടക്കണമെന്ന്, സമൂഹത്തിന് മുമ്പിൽ അല്പം സ്റ്റാറ്റസ് ഉണ്ടാക്കണമെന്ന്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ചിന്തിക്കൂ. പക്ഷേ നിങ്ങൾ അതിന് തയ്യാറായില്ല. എല്ലാം ഞാൻ പറയാം. രേണുവിടെ രേണു 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 കണ്ണാ പോച്ചടാ, എല്ലാം പോച്ച്. നമ്മ വീണതാ. கடவுளே, நான் என்ன தப்பு பண்ணிட்டேன்? ருக்கு ருக்கு தப்பு விட்டு ഒന്നും പറയണ്ട. ഒക്കെ എനിക്ക് മനസ്സിലായി. നിനക്കൊരിക്കലും ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ദൈവത്തെ മറന്ന് പലതും ഞാൻ ചെയ്തു. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി.
നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടുന്ന് പോവാ. പ്രേമ, അത് പിന്നെ വേണ്ട, പോണം. സോറി, ഞങ്ങൾ 1-ാം തീയതി കയറാൻ വന്നതൊന്നുമല്ല, ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. ഞങ്ങൾ സ്റ്റേജിലേക്ക് പോകുന്നു. സ്റ്റേജിലേക്കോ? യാ, തമിഴ്നാട് സ്റ്റേജിലേക്ക്. ഐ മീൻ പൊള്ളാച്ചി. ഹായ് മുതലാളി. സോറി മുതലാളി, ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ മുതലാളിയുടെ കൂടെ ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് പോവാണ്. വന്നിട്ട് പാക്കല്ല. വരട്ടെ വരട്ടെ മുതലാളി. ഡോക്ടർ വരട്ടെ. അയ്യോ, ഇവിടെ ഒരു വരട്ടെ. പോകാ ചേട്ടാ. ചേരേണ്ടത് ചേരേണ്ടിടത്തേ ചേരൂ.